أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه تفصيل كل شيء وهدى ورحمة لقوم يؤمنون. صدق الله العلي العظيم. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ്റെ മാർഗത്തിൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ സൂറത്ത് യൂസുഫിലെ അവസാനത്തെ ആയത്തിലുള്ളത് 111 ആയത്ത്. 111 ആയത്ത് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. അത് ലഖദ് കാന ഫി ഖസസിഹിം ഇബ്റ ലിഉലിൽ അൽബാബ്. തീർച്ചയായും അവരുടെ ആഖ്യാനത്തിൽ, അവരുടെ കഥയിൽ, അവരുടെ സ്റ്റോറി അല്ലെങ്കിൽ നറേഷനിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് ഇബ്റത്തുൻ. ഇബ്റത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന പാഠം, ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് കണ്ണുനീർ വീഴ്ത്താൻ പറ്റുന്ന, കണ്ണുനീരിനെ വരെ ജ്വലിപ്പിക്കാൻ പറ്റുന്ന പാഠം ഉണ്ട്. ലി ഉലിൽ അൽബാബ്, നല്ല കാമ്പുള്ള, ഹൃദയത്തിൽ നല്ല ആഴത്തിൽ ബുദ്ധിയുള്ള ജനങ്ങൾക്ക്, അങ്ങനെയുള്ള മനുഷ്യർക്ക് ഇതിൽ പാഠമുണ്ട്, ഒരുപാട്, അല്ലെങ്കിൽ വലിയ ഒരു പാഠമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാക്കി മൊത്തമാണ് കേട്ടോ. മക്കാന ഹദീസൻ യുഫ്തറ. അത് നമ്മൾ ബ്രേക്കപ്പ് ചെയ്യണമെങ്കിൽ അത് തന്നെ ഓരോ ക്ലാസ്സിന് വകുപ്പുണ്ട്. പക്ഷെ ഇത് അങ്ങനെ നമ്മൾ വല്ലാതെ നീട്ടിക്കൊണ്ടു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇതെല്ലാം കൂടി ഒറ്റ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ മക്കാന ഹദീസൻ യുഫ്തറ, ഇതൊരു കെട്ടിച്ചമക്കപ്പെടുന്ന വർത്തമാനമല്ല, അത് തന്നെ ഒരു വലിയ ക്ലാസ്സാണ്. വലാക്കിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, എന്നാൽ ഇത് തസ്ദീഖ്, ഒരു സത്യപ്പെടുത്തുന്നതാണ്. അല്ലദീ ബൈന യദൈഹി, ഈ ഖുർആന്റെ മുന്നിലുള്ള, അല്ലെങ്കിൽ ഖുർആനിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള, അത് വിശദീകരിക്കുന്ന മറ്റ് വേദഗ്രന്ഥങ്ങളുടെ കാര്യങ്ങളിൽ ഉള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒന്നാണ്. വ തഫ്സീല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുന്ന ഒന്നാണ് ഇത്. അതും വലിയൊരു ക്ലാസ്സിനുള്ള വിഷയമാണ്. വഹുദൻ, അതുപോലെ തന്നെ ഇതൊരു ഗൈഡൻസ് ആണ്, സന്മാർഗമാണ്. വറഹ്മതൻ, മേഴ്സിയാണ്, കാരുണ്യമാണ്. കാരുണ്യം എന്നൊക്കെ അതിൻ്റെ ഒരു ചെറിയ അർത്ഥം മാത്രമേ ആവുന്നുള്ളൂ. മറിച്ച് അതൊരു ലവ് ആൻഡ് കെയർ, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സ്നേഹവും കരുതലുമാണ്. റഹ്മത്തിൻ്റെ ഒരു മീനിങ് അതാണ്. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതയ്ക്ക്. അപ്പോൾ മാക്കാന ഹദീസൻ യുഫ്തറ, ഇതൊരു കെട്ടിച്ചമക്കപ്പെട്ട വർത്തമാനമല്ല, അല്ലെങ്കിൽ കെട്ടിച്ചമക്കപ്പെടുന്ന വർത്തമാനമല്ല. വലാക്കിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, പക്ഷെ ഇത് നേരത്തെ നിലവിലുള്ള വേദഗ്രന്ഥങ്ങൾ പറഞ്ഞ ആ വർത്തമാനങ്ങളുടെ സത്യപ്പെടുത്തി അതിനെ തുടർച്ചയായി പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ തഫ്സീല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും, സത്യത്തെയും അസത്യത്തെയും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കി വിശദീകരിച്ച് തരുന്ന ഒന്നാണ്. വഹുദൻ, സന്മാർഗമാണ്, ഗൈഡൻസ് ആണ്. റഹ്മത്തൻ, സ്നേഹവും കരുതലുമാണ്. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കാൻ തയ്യാറുള്ള, അല്ലെങ്കിൽ വിശ്വസിക്കാൻ മനസ്സുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നാണ്. അപ്പൊ ഇതില് നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്, ഒരുപാട് ലെസൺസ്. ഒരു ശരിക്കും ഈ ഖുർആനിന്റെ, ഈ സൂറത്ത് യൂസുഫിന്റെ ഒരു ഫെയർവെൽ മെസ്സേജ് ആയിട്ടാണ് അള്ളാഹു ഈ വാചകം പറയുന്നത്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ കഥ പറഞ്ഞതിന് ശേഷമാണ് ഈ കഥയെക്കുറിച്ചുള്ള ഒരു ക്ലെയിം അള്ളാഹു നടത്തുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു സിനിമയുടെ പരസ്യം വരികയാണെങ്കിൽ ആ പരസ്യം
സിനിമ കാണിക്കുന്നതിന് മുമ്പ് പറയും അല്ലെ, ഇതൊരു ഭയങ്കര കഥയാണ് വരാൻ പോണത്, വലിയൊരു സംഭവമാണ് ഞങ്ങളുടെ സിനിമ. അല്ലെങ്കിൽ ഒരു നോവല് പ്രസിദ്ധീകരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് എന്താ, ആ നോവല് നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് അത് ഇന്നതൊക്കെയാണ്, എന്തൊക്കെയാണോ അത്, അല്ലെങ്കിൽ എന്തൊക്കെയോ അല്ലാത്തതാണോ അത്, അതൊക്കെയാണ് പറയാ അല്ല. എന്തിനു വേണ്ടി? അതിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി. പക്ഷെ ഇവിടെ ഖുർആൻ, അള്ളാഹു ഈ കഥ മുഴുവൻ വിശദീകരിച്ചതിന് ശേഷം ആ കഥയെക്കുറിച്ച് ഒരു ക്ലെയിം അള്ളാഹു നടത്തുകയാണ്. അതാണ് ഒന്നാമത്തെ വാചകം. മാക്കാന, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ വാചകം, മാക്കാന ഹദീസൻ യുഫ്തറ. ഇതൊരു കെട്ടിച്ചമക്കപ്പെടുന്ന, ഫാബ്രിക്കേറ്റഡ് സ്പീച്ച് അല്ല ഇത്. ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, നമുക്കൊരു ഹദീസ് പരിചയമുണ്ട്. നമുക്ക് പരിചയമുള്ള ഹദീസ് ഏതാ? ഒരു പ്രവാചക വചനം എന്നുള്ള അർത്ഥത്തിൽ, നബി വചനം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഹദീസ് പറയാറുണ്ട് അല്ലെ. പക്ഷെ ശരിക്കും ഹദസ എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏ വർത്തമാനം ആ അതായത് പുതുതായിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതിക്കാണ് ഹദസ എന്ന് പറയാം. ഹദസ. ഇപ്പോ ഹദീസ്, മോഡേൺ എന്നുള്ള അർത്ഥത്തിൽ ഹദീസ് എന്ന് പറയും. അൽ അൽ അസ്റുൽ ഹദീസ്. അൽ അസ്റുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ മോഡേൺ ഏജ് എന്നർത്ഥം. മോഡേൺ ഏജ്, ആധുനികമായ സംഗതി. അപ്പോ ഹ ദ സ എന്ന പദത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പം പ്രവാചക വചനങ്ങൾക്ക് അത് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകമായ വചന ശൈലിയിലും രൂപത്തിലും നമുക്ക് പുതുതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് അതിന് ഹദീസ് എന്ന് പറയുന്നത്, അൽ ഹദീസു ഷരീഫ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇതൊരു ന്യൂനെസ് എന്നതാണ്. ഹദസ എന്ന് പറയുമ്പോൾ ഒരു പുതിയത്. ഹദാസ. ഹാദിസത്ത് എന്ന് പറയും ആക്സിഡന്റിന്. ഹാദിസ മുറൂറിയ എന്ന് പറഞ്ഞാൽ ട്രാഫിക് ആക്സിഡന്റ് എന്നർത്ഥം. അതായത് വണ്ടി നേരെ ചൊവ്വെ പോയിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുന്നു, പുതുതായിട്ടൊരു സംഭവം ഉണ്ടാകുന്നു. എല്ലാത്തരം ഇൻസിഡന്റിനും ഹാദിസ എന്ന് പറയും. മനസ്സിലായോ? എല്ലാത്തരം ഇൻസിഡന്റിനും. കാരണം അതുവരെ ഇല്ലാത്തൊരു സംഭവം പുതുതായിട്ട് ഉണ്ടാകുന്നു, അതാണ് ഹാദിസ. ഖുർആനിനെ കുറിച്ച് തന്നെ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരെണ്ണം പറയാമോ? ഒരുപാട് സ്ഥലത്ത് ഖുർആനിനെ കുറിച്ച് ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ഓക്കെ. ഇപ്പോ ഫബി ഐ ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. അവിടെ ഒരു സെക്കൻഡ്, അല്ല അതല്ല, അത് എക്സാമ്പിൾ അല്ല, അതിന് പറ്റിയ എക്സാമ്പിൾ അല്ല. ഓക്കെ. സൂറത്ത് വാഖിഅയിൽ എന്താണ്, എങ്ങനെ പറയണ? ഓക്കെ. ഇതുപോലത്തെ ഒരു വർത്തമാനം കൊണ്ടുവരാം. ശരിയാണ്, അതുപോലെ ഒരു വർത്തമാനം സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞിട്ടുണ്ട്. വാഖിഅയിൽ 77-ാമത്തെ ആയത്തില് അഫബി ഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. തുടക്കത്തില് അതിന്റെ തുടക്കം ലാ ഉഖ്സിമു ബി മവാഖിഅൻ നുജൂം അല്ലെ. ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്, അഫബി ഹാദൽ ഹദീസ്, ഈ വർത്തമാനത്തെ, ഈ വിശുദ്ധ വർത്തമാനത്തെയാണോ അൻതും മുദ്ഹിനൂൻ, നിങ്ങൾ ഇതിനെക്കുറിച്ച് വല്ലാതെ അത്ഭുത പരതന്ത്രരായി ഇതിൽ നിന്നും ഇതിനെ കൈവെടിയുകയാണോ എന്നുള്ള ചോദിക്കുന്നുണ്ട്. വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ. ഇത്രയും അത്ഭുതകരമായ, ഇത്രയും മഹത്തായ, ഇത്രയും പരിശുദ്ധമായ ഈ ഹദീസ്, ഈ വർത്തമാനം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ട് നിങ്ങൾ അതിനെ കളവാക്കുകയാണോ? അതിനോടുള്ള നിങ്ങളുടെ നിലപാട്, നിങ്ങൾ അതിനെ കളവാക്കുന്നു എന്നതാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അഫബി ഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. അപ്പോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെന്ത് ചെയ്യാം? അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. മാക്കാന ഹദീസൻ, ഈ ഖുർആൻ എന്തല്ല ഹദീസ് എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം ചിലരൊക്കെ നൽകിയിട്ടുണ്ട്. മാക്കാന ഹദീസൻ, ഈ ഖുർആൻ ഒരു ഹദീസ് അല്ല, യുഫ്തറ, കെട്ടിച്ചമക്കപ്പെടുന്ന ഒരു ഹദീസ് അല്ല ഈ ഖുർആൻ. പക്ഷേ ഇവിടെ അതിനേക്കാളും യോജിക്കുന്ന ഒരു അർത്ഥം ഇതൊരു ഈ ഖുർആന്റെ ഈ സ്പീച്ചിനെ കുറിച്ചാണ്. ഖുർആന്റെ ഈ
പ്രത്യേകിച്ച് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ഈ കഥ പറയുന്നുണ്ടല്ലോ. കാരണം ഈ ഒരൊറ്റ ഈ ഒരു സൂറത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ആ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ കഥ ഇവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, ഒരൊറ്റ സൂറത്തിൽ മുഴുവനായിട്ട് ഒരു കഥ ആകെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ മാത്രമാണ്. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കഥ മുഴുവനായിട്ട് എ ടു സി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സൂറത്തിൽ മാത്രമാണ്. അത് അള്ളാഹു പറയാണ്, ഒരിക്കലും യു കനോട്ട് പോസിബിളി മേക്ക് ഇറ്റ് അപ്പ്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു കഥയല്ല. ഇപ്പം നമ്മുടെ ഈ ടെലിവിഷൻ പരിപാടികളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഈ ചില കഥകൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങും ആളുകൾ, അല്ലെ? വൺസ് അപ്പോൺ എ ടൈം അവിടെ വെച്ച് തന്നെ അങ്ങനെ പറയാം. അപ്പം ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടൊരു അനുഭവം, ഈ കുട്ടികൾ ചിലപ്പോൾ കഥ പറയാൻ പറയും, അല്ലെ, ഉറങ്ങാൻ നേരത്ത്. അപ്പം നമുക്ക് കഥ പെട്ടെന്നൊന്നും പറയാൻ കിട്ടൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങും, അല്ലെ? എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. പിന്നെ നമ്മളങ്ങ് ഉണ്ടാക്കും ആ കഥ. അവസാനം നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു വലിയ കഥയായിട്ടുണ്ടാവും അത്. ഭയങ്കര ഒരുപാട് ക്ലൈമാക്സ് ഒക്കെ ഉള്ള, ഒരുപാട് ടേൺ ഓഫ് ഇവന്റ്സും ട്വിസ്റ്റൊക്കെ ഉള്ള കഥയായിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ കഥ പറയുന്ന സ്റ്റൈലുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ റാപ്പ് സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മ്യൂസിക്കിന്റെ ഒരു പ്രത്യേക ശാഖയൊക്കെ ഉണ്ട്. അധികവും വൾഗറാണ്. പക്ഷെ ഈ റാപ്പ് സോങ്ങർമാർ ചെയ്യണ എന്താ? അവർ ചെയ്യുന്നത് അവരുടെ സ്റ്റേജിൽ ഒരാൾ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതാണ് റാപ്പ് എന്ന് പറയണത്. എന്ന് പറഞ്ഞാൽ ഒരു നിയതമായ ശൈലിയോ ഒരു ഡിറ്റർമൈൻഡ് വേ ഒന്നും ഇല്ലാതെ ഒരു പാട്ടങ്ങോട്ട് പാടി തുടങ്ങും. പിന്നെ വായി തോന്നുന്നത് കോതക്ക് പാട്ടെന്ന് പറയുന്ന പോലെ അങ്ങനെ ഉണ്ടല്ലോ ഒരു ചൊല്ല്, അതുപോലെ അങ്ങോട്ട് പാടും. അതിനാണ് ഇപ്പൊ റാപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ ഇന്നത്തെ കാലത്തെ യുവതലമുറയുടെ ഹരോക്ക്, അതാണ് റാപ്പ് സോങ്. നമ്മുടെ നാട്ടിലൊരു ഈ അടുത്തൊരു വിവാദമൊക്കെ ഉണ്ടായി, അതിനകത്തേക്കും ഞാൻ പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ പറയുന്ന സന്ദർഭത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു വായിൽ തോന്നുന്നത് പറയുന്ന ഒരു കഥയല്ല ഇത്. ഈ ഖുർആൻ, പ്രത്യേകിച്ച് ഈ സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഇങ്ങോട്ടാണോ? നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കഥ അല്ലെങ്കിൽ ഈ വർത്തമാനം എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും വായിൽ തോന്നിയത് ഒരു രസത്തിന് വേണ്ടി, ആളുകളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. പ്രത്യേകിച്ച് ഇത് പറയുന്നത് ഇത് സൂറത്ത് മക്കി സൂറത്താണല്ലോ, അല്ലെ? സൂറത്ത് യൂസുഫ് മക്കി സൂറത്താണ്. എപ്പോഴാണ് അവതരിച്ചത്? സൂറത്ത് യൂസുഫ് അവതരിച്ച എപ്പോഴാ? ഹിജ്റ 9 ഹിജ്റ 9 തന്നെയാണോ? ഹിജ്റ 3 കേട്ടെ. പറയ്, ശരിക്കും പറ. ഇത് നിങ്ങൾ രാമായണം മുഴുവൻ വായിച്ചിട്ടു നുബൂവത്തിന്റെ 9-ാം വർഷം. നുബൂവത്തിന്റെ 9-ാം വർഷം. ആ വർഷത്തിനൊരു പേരുണ്ടല്ലോ, ആമുൽ ഹുസ്ൻ. ദുഃഖവർഷം. ദുഃഖവർഷത്തില് അവതരിച്ച, മക്കയിൽ അവതരിച്ച സൂറത്താണ്. അപ്പൊ മക്കയില് നിലവിലുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്, പ്രത്യേകിച്ച് അന്ന് നിലവിലുള്ള ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഉക്കാദ് സൂക്ക് ഉണ്ട് അവിടെ മക്കയില്. ഉക്കാദ് സൂക്ക് എന്ന് പറഞ്ഞാല് അന്നത്തെ ഒരു കച്ചവട അല്ലെങ്കിൽ ഒരു വ്യാപാരമേള, ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആണത്. പക്ഷെ ഇപ്പോഴല്ലേ നമ്മൾ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലില് പലതരത്തിലുള്ള കല എന്നതിന് പറയുന്നത് ആഭാസ പ്രകടനങ്ങളൊക്കെ വന്നു തുടങ്ങിയ അന്നത്തെ ഒരു ഉക്കാദ് ചന്തയുടെ ഒരു പ്രത്യേകതയാണ് കവിതകളാണ്. അവിടുത്തെ ഒരു കവിതകളും കഥ, ആഖ്യാനങ്ങൾ. ഈ ആഖ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക എന്താ? നറേറ്റീവ്, വിവിധ സ്റ്റോറി ടെല്ലിംഗ് പറയും. അതിലധികം പറയാം തങ്ങളുടെ പൂർവികരുടെ അപദാനങ്ങളാ പറയാ. അവരങ്ങനെയായിരുന്നു, അൻസെസ്റ്റേഴ്സ്, അവര് വാരിയേഴ്സ് ആയിരുന്നു, അല്ലെ? ഒരു വാള് ഒന്ന് എടുത്തപ്പോഴേക്കും ശത്രുക്കളൊക്കെ മരിച്ചു വീണ കഥ. അങ്ങനെയൊക്കെ ഒരുപാട് ധീരശൂര വീര പരാക്രമികളുടെ കഥകളൊക്കെ പറയുന്ന ഒരു സംഗതി. അപ്പൊ അതൊക്കെ പരിചയമുള്ള അറബികളോട് അള്ളാഹു പറയാണ്. ഇന്നും ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇന്നിപ്പോ നമ്മുടെ സിനിമകളിൽ എങ്ങനെയാ വരുന്ന ഒറ്റക്കൊരു നായകൻ ഒരു 10-20 പേര് ഒറ്റയടിക്ക് കൊല്ലും. അവർ വെക്കുന്ന വെടിയൊന്നും ഇയാൾക്ക് കൊള്ളൂല, ഇയാൾ വെക്കുന്ന വെടിയല്ല അവർക്കൊക്കെ കൊള്ളും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇന്നും അങ്ങനെ തന്നെയുള്ളൂ, വലിയ മാറ്റമൊന്നുമില്ല, അല്ലെ? അന്നത്തെ അന്നത് പറച്ചിലായിരുന്നു, ഇന്നത് സ്ക്രീനിലേക്ക് മാറി, അത്ര വ്യത്യാസമുള്ളൂ. വെറുതെ സമയം കളയുന്ന, കൊല്ലുന്ന ഏർപ്പാട്. അപ്പോ ഈ കഥകളൊക്കെ മുൻനിർത്തി
അള്ളാഹു പറയാണ്. അപ്പം എന്താ പറയുന്നത്, മാക്കാന ഹദീസൻ യുഫ്തറ. നിങ്ങൾ ഈ ഉക്കാദ് ചന്തയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സദസ്സുകളിലോ നിങ്ങളുടെ വേദികളിലോ ഒക്കെ പറയുന്ന പഴയ ആഖ്യാനങ്ങൾ, പഴയ നറേഷൻസ്, പഴയ സ്റ്റോറീസ്, കെട്ടുകഥകൾ, ഏതോ വീരശൂര പരാക്രമികളുടെ കഥകൾ, അങ്ങനെ പറയുന്ന ഒരു എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കഥയല്ല ഇത്. മാക്കാന ഹദീസൻ യുഫ്തറ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ആഴമുള്ള പാഠമുള്ള കഥകളാണിത്. ബുദ്ധിയുള്ളവർക്ക് പാഠങ്ങളുള്ള, അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന, ലുബുള്ള, എസൻസ് ഉള്ള ആളുകൾക്ക് പാഠമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സ്പീച്ച് അല്ല ഇത്. വെറുതെ സമയം കൊല്ലാൻ വേണ്ടി, ഇന്നത്തെ എല്ലാ കഥകളുടെയും പ്രത്യേകത അതാണല്ലേ, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കഥകളാണൊക്കെ. എന്തായാലും താൽക്കാലികമായി നമ്മളെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്താവുന്ന ഒരു ഡിസ്ട്രാക്ഷനാണ് എല്ലാ കഥകളും മിക്കവാറും. അതിൻ്റെ അകത്തൊരു പാഠമൊന്നുമില്ല. ഒരു കല ഒരു സന്ദേശത്തിന് വേണ്ടി എന്നൊക്കെ പറയാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ആ കഥകളിലൊന്നും എന്തില്ല, വലിയ പാഠങ്ങളൊന്നും നമുക്ക് തരുന്നില്ല, ജീവിതത്തിന് വേണ്ട പാഠങ്ങളും തരുന്നില്ല. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ ഒരു കഥ പറയുന്നുണ്ടെങ്കിൽ, ഖുർആൻ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതില് നമ്മുടെ ജീവിതത്തിന് വേണ്ട പാഠം ഉണ്ടാവും. ഒരുപാടല്ല, ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവും. ആ പാഠങ്ങളിൽ ഏറ്റവും മികച്ച ഒരു പാഠം എന്തായിരിക്കും? അത് നമ്മളെ നമ്മുടെ റബ്ബിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പൊരുൾ മനസ്സിലാക്കി തരും. ദ മീനിങ് ഓഫ് അവർ ലൈഫ്, ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്. ജീവിതത്തിൽ നമ്മൾ എന്താകണം, ദ മിഷൻ, നമ്മുടെ ലൈഫിന്റെ മിഷൻ എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന കഥകളാണ് ഖുറാൻ പറയാം. അതാണ് മാക്കാന ഹദീസൻ യുഫ്തറ. ഇത് അങ്ങനെ പെട്ടെന്ന്, ഇനി ഈ യുഫ്തറ എന്ന് പറയുന്നതിന്റെ ആ പദത്തിന്റെ ഒരു അതിന്റെ ഒരു റൂട്ട് ഫറിയ എന്ന പദത്തിനാണ്. ഫറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ തോല് മുറിക്കുന്നതിനാണ്. കട്ട്, ഷേപ്പ് ചെയ്യുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, ആ തോല് മുറിച്ചിട്ട് അതെന്താക്കും, മറ്റ് പല വസ്തുക്കളാക്കി മാറ്റും. ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഇരിക്കുന്ന വാലറ്റ് അല്ലെ, പേഴ്സ്, ചെരുപ്പ്, ഇതൊക്കെ തോല് മുറിച്ചിട്ടാണ് ഉണ്ടാക്കുക അല്ലെ. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഫരി എന്ന് അറബില്. തോല് ഊറക്കി ഇട്ടിട്ട് അത് നനച്ചിട്ട് അത് കുതിർന്ന് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് മറ്റു പല സംഗതികളാക്കി മാറ്റും. അതിനാണ് എന്ത് പറയാ, ഫറിയ് എന്ന് പറയാം. അതിൽ നിന്നാണ് ഈ ഫോർജറി, ഇഫ്തിറ എന്നുള്ള പദം വരുന്നുണ്ട്. കളവ് പറയുക. ഉദാഹരണത്തിന് വമൻ അള്ളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ അല്ലെ, അത് പല സ്ഥലത്തും വരുന്നുണ്ട് ഖുറാനില്. വമൻ അള്ളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നവൻ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും അള്ളാഹു എന്താണോ അതല്ലാത്തതിനെ കുറിച്ച് അള്ളാഹുവിനെ ചിത്രീകരിക്കുക. അതാണ് ഇഫ്തിറ. അപ്പോൾ ഒരു ആ പദത്തിന്റെ ഒരു ഒറിജിൻ മനസ്സിലായല്ലോ. ഒരു തോല്, ലെതർ കട്ട് ചെയ്ത് വേറൊരു സംഗതി ആക്കി മാറ്റുന്നത് പോലെ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദ റിയാലിറ്റി ഓഫ് അള്ളാഹ്, അതിനെ മാറ്റിമറിച്ചിട്ട് വേറെ പലതും ആക്കി പറയാം. അതുകൊണ്ടാണ് ഇഫ്തിറ എന്ന പദം അതെന്ന് പറയുന്നത്. ഇഫ്തിറാന് നമുക്ക് വേണമെങ്കിൽ ഫോർജറി, കെട്ടിച്ചമയ്ക്കുക, വ്യാജം കെട്ടിച്ചമക്കുക, ഫോർജറി എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഓക്കെ. അപ്പൊ ഇവിടെ മാക്കാന ഹദീസൻ യുഫ്തറ, ഇതെന്തല്ല, ഇങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന, ഫോർജ് ചെയ്തുണ്ടാക്കുന്ന, ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കുന്ന, ദിസ് ഈസ് നോട്ട് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ടെല്ലിംഗ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മെയ്ഡ് അപ്പ്, ഇറ്റ്സ് ഇമ്പോസിബിൾ ടു മേക്ക് അപ്പ് എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. മാക്കാന ഹദീസൻ യുഫ്തറ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് അപ്പ്. ദിസ് ഈസ് എ സ്റ്റോറി, ദിസ് ഈസ് എ നറേറ്റീവ് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് അപ്പ്. നിങ്ങൾക്ക് കെട്ടിച്ചമച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റോറി അല്ല ഇത്, അങ്ങനത്തെ ഒരു വർത്തമാനമല്ല ഇത് എന്നർത്ഥം. വെറും ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഉണ്ടാക്കിയത് അല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒന്നും ഉണ്ടാക്കുക സാധ്യമേ അല്ല. എന്തുകൊണ്ട്? ഈ കഥ പറയുന്ന ആരാണ്? ഈ സംഭവം പറയുന്നത് ആരാണ്? ഈ സംഭവങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന നാഥനാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ആരാ? ഒരു നോവൽ എഴുത്തുകാരനോ, ഒരു സിനിമയുടെ ഡയറക്ടറോ, ഒരു സ്ക്രീൻ പ്ലേ റൈറ്ററോ,
ഒന്നുമല്ല ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, മറിച്ച് നമുക്കിത് Perché പറഞ്ഞു tu non mi dici dove la io mi നമുക്കിത് പറഞ്ഞു തരുന്നത് ഈ കഥയുടെ സംഭവങ്ങളെ നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന, ഈ സംഭവങ്ങളുടെ അകവും പുറവും അറിയുന്ന, ഇതിന്റെ മുന്നിലും പിന്നിലുമൊക്കെ എല്ലാം അറിയുന്ന ഒരു നാഥനാണ് ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത്. സോ അതുകൊണ്ട് ഈ സ്റ്റോറി ഇറ്റ്സ് ഇമ്പോസിബിൾ ടു മേക്കപ്പ്. അങ്ങനെ ഒരു കെട്ടിച്ചമച്ച ഒരു കഥയാകാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സംഗതിയാണ്. സോ ദിസ് കംപ്ലീറ്റ്ലി നെഗേറ്റ് ദ പോസിബിലിറ്റി ഓഫ് ഹ്യൂമൻ ഓതർഷിപ്പ്. മനുഷ്യൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാകാൻ, രചിച്ചതാകാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സ്റ്റോറിയാണ് ഇത്. മനസ്സിലായോ? അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഒരു രണ്ടാമത്തെ ലെസൺ അതാണ്. എന്തുകൊണ്ടാണ് ഈ ക്ലെയിം അള്ളാഹു സ്റ്റോറിയുടെ അവസാനം പറയുന്നത്? കാരണം സാധാരണഗതിയിൽ മനുഷ്യന്മാര് ഒരു കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു നോവൽ ഉണ്ടാക്കിയാൽ അതിനെക്കുറിച്ചുള്ള അവരുടെ ക്ലെയിം ആദ്യം പറയും. പക്ഷെ ഖുർആൻ അതെന്ത് ചെയ്യുന്നു? ഈ സ്റ്റോറി അവസാനിപ്പിച്ചുകൊണ്ട് വളരെ ബോൾഡായിട്ട് ഈ ക്ലെയിം മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിക്കൂ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആരോടും അന്വേഷിക്കാം, നിങ്ങളുടെ മുമ്പിൽ വേദക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അദൃശ്യജ്ഞാനം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ജ്യോത്സ്യന്മാര് നിങ്ങളുടെ മുമ്പിലുണ്ട്. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അസ്ട്രോളജേഴ്സ് ഇന്ന് വിളിക്കുന്ന അന്നത്തെ അത്തരം ആളുകൾ അന്നുണ്ട്. അവർക്കൊന്നും ഇങ്ങനത്തെ ഒരു കഥ നിലവിലുണ്ട് എന്ന് പോലും അറിയാത്ത രൂപത്തിൽ ഒരു പുതിയ കഥയായിട്ട് ഇത് പറഞ്ഞു. അതാണ് ഹദീസിന്റെ മീനിങ്ങിന്റെ ആ ഒരു കൊണോട്ടേഷൻ മനസ്സിലാവുന്നുണ്ടോ? ഹദീസ്, ഞാൻ പറഞ്ഞല്ലോ ഹദീസ് എന്ന് പറഞ്ഞാൽ പുതിയതാണെന്ന്. അപ്പൊ ഇത് സംഭവം നിലവിലുള്ളതാണ്, പക്ഷെ പുതിയൊരു വർത്തമാനമായിട്ട് ഇത് പറഞ്ഞു തരുന്നത് അള്ളാഹുവാണ്, ഇതിന്റെ നാഥനാണ്, ഈ സംഭവങ്ങളെ നിയന്ത്രിക്കുന്ന നാഥനാണ്. ഈ സംഭവങ്ങളുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ അറിയുന്ന ഒരു സർവജ്ഞാനിയായിട്ടുള്ള, സർവത്തെയും നിയന്ത്രിക്കുന്ന, സർവത്തിൻ്റെയും ഈശ്വരനായിട്ടുള്ള ഒരു നാഥനാണ് ഇത് പറഞ്ഞു തരുന്നത്. സോ there is no possibility that this story is made up, this story is forged, fabricated. അതിനൊരു സാധ്യതയും ഇല്ലാത്ത ഒരു സംഗതിയാണ്. ഖുറൈശികൾക്ക് ഇതിനെക്കുറിച്ച് പ്രിയർ നോളജ് ഇല്ല. ഇനി ബൈബിളിലോ തൗറാത്തിലോ ഇഞ്ചീലിലോ തൗറാത്തിലോ ഒക്കെ ഇതുണ്ടെങ്കിൽ അതിപ്പോ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കണം. ബൈബിളിലെ ഈ കഥ നമ്മൾ ശരിക്ക് ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ജോസഫ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ കഥാപാത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും ജോസഫിനെ വളരെ മ്ലേച്ഛമായിട്ട് ചിത്രീകരിക്കുന്ന രംഗങ്ങൾ ബൈബിളിൽ കാണാൻ പറ്റും. ജേക്കബിനെയും ജോസഫിനെയും ഒക്കെ ആ ഒരു പ്രവാചകൻ എന്ന പദവിയൊക്കെ വിട്ടിട്ട് സാധാരണ മനുഷ്യന്മാർ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിട്ട് ബൈബിളിലെ കഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എത്രയോ മഹത്തരമാണ് ഖുർആനിന്റെ ഈ കഥ. അതുകൊണ്ടാണ് അടുത്ത വാചകം അതിൽ നിന്നാണ് നമ്മൾ വായിക്കേണ്ടത്, വലാക്കിൻ. പക്ഷേ ഇത് തസ്ദീഖല്ലദീ ബൈന യദൈ. ഈ ജൂയിഷ് ക്രിസ്ത്യൻ വേർഷൻ ഉണ്ടല്ലോ, അത് ഒരുപാട് ഫാൾസ് അക്യൂസേഷൻ, ഒരുപാട് യൂസുഫ് നബിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ആ ക്യാരക്ടറിനെ വികൃതമാക്കിയിട്ട് അവതരിപ്പിക്കുന്ന, അതിൽ നിന്നൊക്കെ മാറി അതിൽ എന്താണോ പറയാത്തത് അതിനെ ആ പറയാത്തതിനെ മിനുക്കിയെടുത്ത്, തേച്ച് മിനുക്കിയെടുത്ത്, പ്യൂരിഫൈ ചെയ്ത്, റിഫൈൻ ചെയ്ത് ഏറ്റവും സത്യമായി അവതരിപ്പിക്കുന്ന ഒരു വർത്തമാനമാണ് ഇത് എന്ന ഒരു ബിഗ് ക്ലൈം അള്ളാഹു ഈ കഥയുടെ അവസാനം മുന്നോട്ട് വെക്കുകയാണ്. എന്തുകൊണ്ടാണ് ഖുർആൻ ഈ മൊത്തം, ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ മൊത്തം ആയത്ത് ഒരു ഫെയർവെൽ മെസ്സേജ് ആണ്. സൂറത്ത് യൂസുഫിന്റെ ഒരു ഫെയർവെൽ മെസ്സേജ് ആണ്. ഒരു കഥ എന്തിനു പറയണം, ആ കഥയുടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്തായിരിക്കണം, ഇതൊക്കെ ഈ ഒരു വാചകത്തിൽ അള്ളാഹു വളരെ മനോഹരമായി വിശദീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഖുർആൻ പറയുന്നത് ഈ ഒറിജിനൽ ട്രൂത്ത് ആണ്, മൗലികമായ സത്യമാണ്, പ്യുവർ ട്രൂത്ത് ആണ്, പരിശുദ്ധമായ സത്യമാണ്. എല്ലാ ഡിസ്റ്റോർഷൻസിനെയും കറക്റ്റ് ചെയ്യുന്നു. ഈ കഥയെ വക്രീകരിച്ചിട്ടുള്ള മറ്റെല്ലാ വക്രീകരണങ്ങളെയും, ഓൾ ഡിസ്റ്റോർഷൻസ്, ആ ഡിസ്റ്റോർഷൻസിനെ ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു കഥനം, ഒരു നറേഷനാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. സോ ദ ഖുർആനിക് നറേറ്റീവ് ഓഫ് സ്റ്റോറി ഓഫ് യൂസുഫ് ഇസ് കംപ്ലീറ്റ്ലി പ്യുവർ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ട്രൂ, ഒറിജിനൽ ട്രൂത്ത്. മനസ്സിലാവുന്നുണ്ടോ? അത്രയും യഥാർത്ഥത്തിലുള്ള
പരിശുദ്ധമായ സത്യമായിക്കൊണ്ട്. അതാണ് തസ്ദീഖ്. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ സിദ്ഖ് അല്ലെ. സദ്ദഖ യുസദ്ദിഖു തസ്ദീഖൻ വഹുവ മുസദ്ദിഖുൻ. അങ്ങനെ കേട്ടിട്ടുണ്ടോ ഗ്രാമറിൽ? സദ്ദഖ യുസദ്ദിഖു മുസദ്ദിഖുൻ തസ്ദീഖൻ വഹുവ മുസദ്ദിഖുൻ എന്ന് പറഞ്ഞാൽ ഒരു വെർബ് നമ്മൾ വെർബിന്റെ മുസദ്ദിഖ് കേട്ടിട്ടുണ്ട്, തസ്ദീഖ് എന്ന് പറയോ? കേട്ടിട്ടില്ല അല്ലെ? സദ്ദഖ അത് മാളി. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഇപ്പം സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യുന്നതിന് അതാണ് അതിനകത്തേക്ക് ഞാൻ. അതായത് ഇതൊരു ശൈലിയാണ്. നമ്മളൊരു ഭാഷ, പ്രത്യേകിച്ച് ഒരു പദം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വേർബ് പഠിക്കുമ്പോൾ ആ വേർബിന്റെ വിവിധ രൂപങ്ങൾ പറയുന്ന ഒരു ശൈലിയുണ്ട്. ഇപ്പൊ ഫഅല യഫ്അലു ഫാഇലുൻ, ഫഅല യഫ്അലു ഫിഅലൻ വഹുവ ഫാഇലുൻ, വഫുഇല യുഫ്അലു ഫിഅലൻ വഹുവ മഫ്ഊലുൻ എന്ന് പറയും. എന്ന് പറഞ്ഞാല് ഫഅല അതിന്റെ മാളി, യഫ്അലു അതിന്റെ മുദാരിഅ, ഫിഅലൻ അതിന്റെ മസ്തർ, ഫാഇൽ അതിന്റെ ഇസ്മു ഫാഇൽ, മഫ്ഊൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇസ്മു മഫ്ഊൽ. കൺഫ്യൂഷൻ ആയി ആകെ? ഓക്കെ. ഗ്രാമർ ഇത്തിരി കുറച്ച് പ്രയാസമാണെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൺ. ശരിക്കും അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൺ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു പറ്റുമെങ്കിൽ ഗ്രാമർ ക്ലാസ് ഒക്കെ വേണമെങ്കിൽ ഒരു അറബിക് ഭാഷയുടെ ക്ലാസ് ഒക്കെ ആഴ്ചയിൽ ഒരിക്കൽ തുടങ്ങാം. നോട്ട് നൗ, മേ ബി ലേറ്റർ. അപ്പോ ഈ തസ്ദീഖ് എന്ന് പറയുന്നത് സദ്ദഖയുടെ ഒറിജിനൽ സോഴ്സ് പദമാണ് തസ്ദീഖ്. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുക എന്നർത്ഥം. അതുകൊണ്ടാണ് അതിന് അറ്റസ്റ്റേഷനായിട്ട് ബന്ധം. അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താ? അത് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുള്ള സോഴ്സ് അതിന്റെ റിയാലിറ്റി റിവീൽ ചെയ്യാന്നില്ലാണ് അതുകൊണ്ട് തസ്ദീഖാത്ത് ഉദ്ദേശിക്കുന്നത്. അതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, BA, MA, PhD, MBBS ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്തിന്? ഇത് ഒറിജിനൽ ആണോ അല്ലേ, എവിടെന്നെങ്കിലും ഫോർജ് ചെയ്തുണ്ടാക്കിയാണോ, ഫാബ്രിക്കേറ്റഡ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അതോറിറ്റികളെ സമീപിച്ച് ഗവൺമെന്റ് അവരുടെ റെക്കോർഡിൽ, യൂണിവേഴ്സിറ്റികളോ സ്കൂളോ എന്താ ആയിക്കോട്ടെ, അവരുടെ റെക്കോർഡ്സിൽ പോയിട്ട് അത് ഈ സർട്ടിഫിക്കറ്റ് ഒറിജിനലി തന്നെ ഉള്ളതാണ് എന്നൊക്കെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രക്രിയക്കാണ് തസ്ദീഖ് എന്ന് പറയാം. അതിന്റെ ഒറിജിൻ ഇതാണ്, തസ്ദീഖ്, സത്യപ്പെടുത്തുക. അപ്പൊ ഈ ഖുർആൻ അറ്റസ്റ്റ് ചെയ്യുന്നു. എന്താണ് അറ്റസ്റ്റ് ചെയ്യുന്നത്? ഈ യൂസുഫ് നബിയുടെ കഥ ഇതാണ് എന്ന് അറ്റസ്റ്റ് ചെയ്യുന്നു. മറ്റതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്. ജോസഫിനെ കുറിച്ച് ബൈബിള് പറയുന്ന ആ ക്യാരക്ടർ അസാസിനേഷൻ അത് ഖുർആൻ നടത്തുന്നില്ല. ബിക്കോസ് ജോസഫ് ഈസ് എ പ്യുവർ സ്ലേവ് ഓഫ് അള്ളാഹ്. ജോസഫ്, യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനും ഒരു നല്ല പരിശുദ്ധ ഹൃദയനായിട്ടുള്ള ഒരു അടിമയുമാണ് അവൻ്റെ. ആ ഒരു സ്റ്റോറി, യാക്കൂബ് ഈസ് ഹിസ് ഫാദർ, അഗെയിൻ എ പ്രോഫറ്റ്, എ ക്ലിയർ മൈൻഡഡ്, എ ക്ലിയർ ഹേർട്ടഡ്, എ പയസ് ഹേർട്ടഡ് മാൻ എന്നുള്ള ആ ഒരു വസ്തുത സത്യപ്പെടുത്തുകയാണ്, അറ്റസ്റ്റ് ചെയ്യുകയാണ് ഖുർആൻ ചെയ്യുന്നത്. മറ്റുള്ളതോ, മറ്റ് വേദഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള ആ പേജുകൾ, അതിനെക്കുറിച്ച് പേജുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അതെന്താ ചെയ്യുന്നത്? അതിനെയൊക്കെ വികൃതമാക്കുകയാണ്, വക്രീകരിക്കുകയാണ്. അതാണ് അള്ളാഹു ഇവിടെ ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ലെയിം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് മനുഷ്യൻ കഥ പറയുമ്പോഴും ഖുർആന്റെ സ്പീച്ചും തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യന്റെ കഥ പലപ്പോഴും എന്തിനായിരിക്കും? മനുഷ്യന്മാർ കഥ പറയുമ്പോൾ അതാണ് ബൈബിളിന് സംഭവിച്ചത്. ബൈബിളിന്റെ വചനങ്ങൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തെ കുറ്റം പറയോ അങ്ങനെ നമ്മൾ വിചാരിക്കണട്ടെ. ഏതെങ്കിലും ഒരു മതത്തെ കുറ്റം പറയാൻ വേണ്ടി അല്ല ഈ പറയുന്നത്. മറിച്ച് എന്താണ് ഫാക്ട് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്ന? മനുഷ്യന്മാർ എഴുതുമ്പോൾ ആ കഥയ്ക്ക് പലപ്പോഴും ആ കഥ എന്തിനായിട്ട് മാറും? എന്റർടൈൻമെന്റ് ആയിട്ട് മാറും. ആ എന്റർടൈൻമെന്റിന് ചില എലമെന്റുകളുണ്ട്. എന്റർടൈൻമെന്റിന്റെ എലമെന്റ് എന്താ? മിക്കവാറും അത് പൈങ്കിളി വൽക്കരിക്കപ്പെടും. ഒന്നുകിൽ പൈങ്കിളി വൽക്കരിക്കപ്പെടും. മീൻസ് നമുക്കറിയാലോ എന്താണ് പൈങ്കിളി. രണ്ടാമത്തെ ഒരു വശം, അത് ഒരുപാട് ഐതിഹാസികമായ അമാനുഷികമായ സംഗതികളെ കുറിച്ച് പറയും. അതായത് ഒരാൾ ഒറ്റയ്ക്ക് 50 പേരെ കൊല്ലുന്നു, വാള് പറയുന്ന ഊരുമ്പോഴേക്കും മറ്റൊരു ചത്തു വീഴുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐതിഹാസികമായിട്ടുള്ള കഥകൾ, അല്ലെങ്കിൽ നായകന്മാരെ കുറിച്ച് എക്സാജറേറ്റഡ്, അതിശയോക്തിപരമായിട്ടുള്ള കഥകൾ പറയും. പക്ഷേ ഖുർആന്റെ കഥ ഇറ്റ്സ് ഡിവൈൻ ട്രൂത്ത്, ദൈവികമായിട്ടുള്ള സത്യമാണത്. അത് ഫ്രീ ഫ്രം ഡിസ്റ്റോർഷൻ, എല്ലാ വക്രീകരണങ്ങളിൽ നിന്നും ഡിസ്റ്റോർഷനിൽ നിന്നും അത് ഫ്രീ ആയിരിക്കും.
അതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഹ്യൂമൻ സ്പീച്ച്, മനുഷ്യന്മാർ പറയുന്നത് ചേഞ്ചസ് ഓവർ ടൈം. കുറേ സമയം എത്തുമ്പോൾ അത് മാറും, അല്ലേ? കഥ പറഞ്ഞ് ഒരു തലമുറ എന്ന് പറഞ്ഞ് അടുത്ത തലമുറയിൽ എത്തുമ്പോൾ അത് മാറും. പല മിത്തുകളും അങ്ങനെയാണ്. തലമുറ കൈമാറി ഉറുമ്പ് ആനയായിട്ടുണ്ടാവും. ഉറുമ്പിനെ കുറിച്ചായിരിക്കും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക, പക്ഷെ കുറച്ച് തലമുറ കഴിയുമ്പോൾ ആ ഉറുമ്പ് ആനയായിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ ഖുർആന്റെ കഥയിൽ ഇറ്റ്സ് എറ്റേണൽ, അൺചേഞ്ചിങ്. അതുകൊണ്ട് അതൊരു മിത്തല്ല. ഇപ്പൊ സൂറത്ത് യൂസുഫ് നോക്കൂ, 1400 വർഷം മുമ്പ് എങ്ങനെയാണോ ആ കഥ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഇന്നും ആ കഥയുണ്ട്. പക്ഷെ മനുഷ്യന്മാരുടെ കഥയിലെ പുസ്തകങ്ങൾ, മിത്തുകളൊക്കെ എടുത്തു നോക്കൂ, അതൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. രണ്ടാമത്തെ വ്യത്യാസം അതാണ്. മൂന്നാമത്തെ വ്യത്യാസം, ഈ ഹ്യൂമൻ സ്പീച്ചിൽ, മനുഷ്യന്മാരുടെ കഥയിൽ അത് സൂപ്പർഫിഷ്യൽ ആയിരിക്കും, വെറും ഉപരിപ്ലവമായിരിക്കും. നോ ഡീപ്പർ വിസ്ഡം. അതിൻ്റെ അകത്തൊരു അഗാധമായിട്ടുള്ള ഒരു വിവേകം, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പിന്നെ വിവേകപരമായിട്ടുള്ള ഒരു പാഠം അതിലുണ്ടാവില്ല. പക്ഷെ ഖുർആനിലോ, ഖുർആൻ്റെത് എവ്രി വേർഡ് കണ്ടെയ്ൻസ് ലേയേഴ്സ് ഓഫ് മീനിങ്. നമ്മളിപ്പോൾ സൂറത്ത് യൂസുഫ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. ഓരോ വാക്കിലും ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, അല്ലേ? നമ്മൾ പകുതി ആയത്ത്, ഒരു കഷ്ണ ആയത്തൊക്കെ 1 മണിക്കൂർ ഇരുന്ന് ചർച്ച ചെയ്തിട്ടില്ലേ? വൈ? ബിക്കോസ് എവ്രി വേർഡ് ഹാസ് ലേയേഴ്സ് ഓഫ് മീനിങ്. ഓരോ വാക്കിനും അർത്ഥതലങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഇബ്ര ഉണ്ട്, ഖുർആന്റെ കഥയിൽ ഇബ്ര ഉണ്ട്, പ്രൊഫൗണ്ട് ലെസൺ ഉണ്ട്, അഗാധമായ പാഠങ്ങളുണ്ട്. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജാഹിലിയ കാലത്തെ കഥകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ഹ്യൂമൻ സ്പീച്ചിന്റെ ഉദാഹരണമാണ്. ബൈബിളിലും മറ്റൊക്കെ പറയുന്ന ഈ പ്രവാചകന്മാരുടെ കഥകൾ അതിന് ഉദാഹരണമാണ്. അതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് പറയാൻ പോലും പറ്റാത്തത്ര വൾഗറായിട്ടുള്ള സംഗതികൾ യൂസുഫ് നബീനെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിൽ. പക്ഷെ ഖുർആൻ പ്രിസൈസ് മോറൽ റീടെല്ലിംഗ് ഓഫ് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, സെൻഷ്വൽ ആയിട്ടുള്ള ഒരു പാഠം പറയുമ്പോൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ഖുർആൻ അത് പറയുന്നതെന്ന് നോക്കൂ. യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ക്യാരക്ടറിനോ, ഈവൻ അതിൽ ഉൾപ്പെട്ട സ്ത്രീയുടെ അഭിമാനത്തിനോ ക്ഷതം സംഭവിക്കാത്ത രൂപത്തിൽ ഖുർആൻ ആ കഥ പറയുന്നുണ്ടോ? പക്ഷെ എല്ലാവർക്കും അതിലെ പാഠം മനസ്സിലാവാൻ പറ്റും. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ അത് പറയുന്നത്. നമ്മുടെ മാപ്പിളപ്പാട്ട് അതിനെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട്, അത് വേറെ വിഷയം. മാപ്പിളപ്പാട്ടല്ലല്ലോ ഖുർആൻ. ഖുർആൻ വേറൊരു തലമാണ്, മനസ്സിലായോ? പാട്ടിന് വേണ്ടിയും നോവലിന് വേണ്ടിയും കഥയ്ക്ക് വേണ്ടിയൊക്കെ ആളുകൾ അതിനെ മാറ്റിയിട്ടു. പക്ഷെ ഏറ്റവും അവസാനം അവരെ കുറിച്ച് പോലും ഖുർആൻ ഒരു നല്ല സ്ത്രീ ആയിട്ടാണ് അവസാനത്തിലേക്ക് അവർ ചിത്രീകരിക്കുന്നത്. ബിക്കോസ് ഷീ ഹെർസെൽഫ് ഹാസ് ചേഞ്ച്ഡ് ഓവർ ടൈം. അപ്പം അതങ്ങനെ ഖുർആൻ ആക്കി തീർക്കുന്നല്ല. സോ അതിനാണ് ഖുർആൻ കഥ പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ സ്പീച്ച് ആൻഡ് ഖുർആനിക് സ്പീച്ച്. ഡിവൈൻ സ്പീച്ചും ഹ്യൂമൻ സ്പീച്ചും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഓക്കെ, അതാണ് ഇത്രയും നമ്മൾ പറഞ്ഞ മാക്കാന ഹദീസൻ യുഫ്തറ വലാക്കിൻ തസ്ദീഖ് അല്ലദീ ബൈന യദൈഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി വതഫ്സീല കുല്ലി ഷൈ, എല്ലാറ്റിൻ്റെയും ഒരു വിശദീകരണമാണ് ഖുർആൻ. ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ ഇതിനു മുമ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ തസ്ദീഖ് അല്ലദീ ബൈന യദൈഹി, കറക്റ്റിംഗ് പ്രീവിയസ് സ്ക്രിപ്റ്റേഴ്സ്. മറ്റ് ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ പറഞ്ഞ പലതിനെയും കറക്റ്റ് ചെയ്യുന്ന, യഥാർത്ഥ സത്യത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഖുർആൻ. അതോടൊപ്പം ഇതൊരു തഫ്സീല കുല്ലി ഷൈ. അതില് ഈ തഫ്സീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫസല യുഫ്സിലു എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള ഒരു അർത്ഥം, ഈ ടൈലറിംഗ് ഷോപ്പിൽ ഒരാളുണ്ടാവും, അയാളുടെ പണി എന്താ? തുണി കട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? തയ്ക്കണ ആള് വേറെ ആയിരിക്കും. കട്ടിംഗ് മാസ്റ്റർ ഉണ്ടാവും, കേട്ടല്ലേ? കട്ടിംഗ് മാസ്റ്റർക്ക് അറബിയിൽ എന്താ പറയാന്നറിയോ? മുഫസ്സിൽ എന്നാ പറയാം. മുഫസ്സിൽ. അയാൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അളവെടുക്കും, ഷർട്ടാണോ സൗബാണോ പർദ്ദയാണോ, ആ അളവെടുത്തിട്ട് തുണി ഇങ്ങനെ കട്ട് ചെയ്യും. അത് ആരെങ്കിലും കട്ട് ചെയ്താലോ, നമ്മളൊക്കെ പോയിട്ട് കട്ട് ചെയ്താലോ അതിൻ്റെ കോലം മാറും, അല്ലേ? പക്ഷെ അയാൾക്ക് കറക്റ്റായിട്ട് അറിയാം എവിടെ ഒഴിവാക്കണം. വേണ്ടാത്ത ഒരു ഡ്രസ്സ് എടുത്തിട്ട്, ഒരു തുണി എടുത്തിട്ട്, ഒരു പിന്നെ ക്ലോത്ത് എടുത്തിട്ട് അതിൽ വേണ്ടാത്തതൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായി മാറും?
യഥാർത്ഥ ക്ലോത്ത് ആയിട്ട് മാറും. ഒരു ശില്പിനെ കുറിച്ച് ചോദിച്ചില്ലേ, ഒരു ശില്പി ഈ സ്കൾപ്ചർ ഉണ്ടാക്കുന്ന ആള്, അയാളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ടുള്ള ശില്പം ഉണ്ടാക്കുന്നത്, ഇങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൾപ്ചർ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് വേണ്ടാത്തതൊക്കെ കട്ട് ചെയ്ത് കളയണം, വേണ്ടാത്തത് കട്ട് ചെയ്ത് കളയണം, അപ്പോ എന്തായി മാറും, ഉള്ളത് മനോഹരമായിട്ട് മാറും. അതാണ് തഫ്സീൽ എന്ന് പറഞ്ഞാൽ. വേണ്ടാത്തത് കട്ട് ചെയ്ത് കളയുകയും ഉള്ളതിനെ മനോഹരമായി നിലനിർത്തുകയും ചെയ്യുക. അവിടെ തഫ്സീൽ ഉപയോഗിക്കുന്നതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നേരത്തെ ഉള്ളതായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ. മുഴുവൻ കട്ട് ചെയ്ത് കളയുന്നില്ലല്ലോ, ഉണ്ടോ? തുണി കട്ട് ചെയ്യുമ്പോൾ, ഈ കട്ടിംഗ് മാസ്റ്റർ തുണി കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒറിജിനൽ തുണി അവിടെ ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് വേണ്ടാത്തത് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒറിജിൻ അവിടെ ഉണ്ട്. ഖുർആൻ അതാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, ഖുർആനിൽ എല്ലാറ്റിനും വിശദീകരണം ഉണ്ടോ? അൾജിബ്രനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടോ? മെഡിസിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടോ? AI കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദ്യം വരാം. കെമിസ്ട്രി എവിടെ, അരിത്മെറ്റിക്സ് എവിടെ, ബയോളജി എവിടെ? അതിന്റെ ആവശ്യമില്ല, എല്ലാറ്റിനെ കുറിച്ചും പറയേണ്ടതില്ല. ഖുർആൻ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് പറയാണ് ചെയ്യുന്നത്, ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് പറയും. അപ്പൊ അതിൽ സയൻസ് വരും, അതിൽ മാത്സ് വരും, അതിൽ ബയോളജി വരും, സോഷ്യൽ സയൻസ് വരും, പൊളിറ്റിക്കൽ സയൻസ് വരും, സിവിക് സെൻസ് വരും, ക്രിമിനൽ ലോസ് വരും, സിവിൽ കോഡ് വരും, എല്ലാം വരും. അതിനേക്കാൾ അപ്പുറം നമ്മുടെ ഫണ്ടമെന്റൽ സ്ട്രഗിൾസിനുള്ള, നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പരിശ്രമങ്ങൾക്കുള്ള, പോരാട്ടങ്ങൾക്കുള്ള ഒരു ക്ലിയർ ഗൈഡൻസ് ഖുർആൻ തരും. അത് മതി. അങ്ങനെയേ ഖുർആന് കുറെ കാലം നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന ആലോചിച്ച് നോക്കി. 1400 വർഷം മുമ്പ് മരുഭൂമിയിലെ കുറെ കാടന്മാരായിട്ടുള്ള അറബികളോട് പറഞ്ഞ ആ സംഗതി ഇന്ന് വല്ലവർക്കും ഉപകാരപ്പെടുമോ? ഇന്നിപ്പോ നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നൂല ഇത് എന്തെന്നായി പറയണെന്ന്. പക്ഷെ അങ്ങനെ തോന്നാത്ത രൂപത്തില് ഇന്ന് ഖുർആൻ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് നമ്മുടേതായ കാലഘട്ടത്തിൽ ഇരുന്ന് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് പറ്റുന്നത്? Because Quran explains everything. It's not time bound. It's timeless. Its principles are, it contains timeless principles. സമയത്തിന് അതീതമായിട്ടുള്ള, സമയത്തിന്റെ അപ്പുറത്തുള്ള, കാലഘട്ടത്തിന് അനുസൃതമായിട്ട് ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ജീവിത പ്രശ്നങ്ങളെ, ജീവൽ പ്രശ്നങ്ങളെ, കാതലായ ജീവിത പ്രശ്നങ്ങളെ ഖുർആൻ അഡ്രസ്സ് ചെയ്യുന്നു. നമ്മുടെ മോറൽ ഡിലമ്മ, എല്ലാ കാലത്തും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന മോറൽ ഡിലമ്മ ഉണ്ട്. നമ്മുടെ ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട്. ബിട്രയൽ, ചതി, അതുപോലെ തന്നെ പേഷ്യൻസ്, ക്ഷമ, ഫൊർഗിവ്നെസ്, മാപ്പ് കൊടുക്കുക. ഇതൊക്കെ മോറൽ ഡിലമ്മാസ് ആണ് മനുഷ്യന്റെ. അത് ഖുർആൻ കൈകാര്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് സൂറത്ത് യൂസുഫ് നോക്ക്, ഇത് മൂന്നും വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള. ബിട്രയൽ ഉണ്ട് ഇതിൻ്റെ അകത്ത്. സഹോദരങ്ങൾ യൂസുഫ് അലൈഹി ഇസ്ലാമെ ചതിച്ചതുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ക്ഷമയുണ്ട് ഇതിൻ്റെ അകത്ത്. സഹോദരങ്ങൾക്ക് യൂസുഫ് അലൈഹി ഇസ്ലാം കൊടുക്കുന്ന മാപ്പുണ്ട്. വാപ്പ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്റെ മക്കൾക്ക് കൊടുക്കുന്ന മാപ്പ്, ഫൊർഗിവ്നെസ്, അതുണ്ട്. സ്പിരിച്വൽ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ആത്മീയമായ ചോദ്യങ്ങൾ, പർപ്പസ്, ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഡിവൈൻ ജസ്റ്റിസ്, ദൈവിക നീതിയെ കുറിച്ച്, എങ്ങനെയാണ് ആ തന്നെ ജയിലിലടക്കാൻ കാരണക്കാരായിട്ടുള്ള ഇമ്രാഅത്തുൽ അസീസിനെ അവസാനം ഒരു ദൈവിക നീതിയുടെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയുന്ന രൂപത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം ട്രീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എങ്ങനെയാ? ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചാണ് പുറത്തിറങ്ങുന്നത്. തന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ എല്ലാവരും തന്നെക്കുറിച്ച് മഹത്വപ്പെടുത്തിയിട്ട്, അല്ലെ, അൽ ആന ഹസ്ഹസൽ ഹഖ്, ഇപ്പൊ സത്യം വെളിപ്പെട്ടിരിക്കുന്നു. യൂസുഫ് അങ്ങനെയുള്ള ആളായിരുന്നില്ല. ഞാനാണ് നുണ പറഞ്ഞത്, ഞാനാണ് അവനെ വശീകരിച്ചത് എന്ന് ഇമ്രാഅത്തുൽ അസീസിനെ കൊണ്ട് പറയിപ്പിച്ച ഡിവൈൻ ജസ്റ്റിസ്. ഇത് ഖുർആൻ അത് വിശദീകരിക്കുകയാണ്. നിങ്ങൾ ഒരു മോറലി നിങ്ങൾ റൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം കാലം തെളിയിക്കും. ദൈവിക നീതി നിങ്ങളെ തേടി എത്തും.
കുറച്ചു കാലം ചിലപ്പോൾ നിങ്ങൾ ജയിലിൽ കിടക്കും, കുറച്ചു കാലം നിങ്ങൾ കിണറ്റിൽ പോകേണ്ടി വരും, കുറച്ചു കാലം നിങ്ങൾ അടിമച്ചന്തയിൽ വിൽക്കപ്പെടും, കുറച്ചു കാലം നിങ്ങൾ ഒരു രാജകൊട്ടാരത്തിൽ അടിമപ്പണി എടുക്കേണ്ടി വരും. മേ ബി 40 years, മേ ബി 400 years, യു നെവർ നോ. പക്ഷെ അന്തിമമായിട്ട് ഒരു ഡിവൈൻ ജസ്റ്റിസ് നിങ്ങളെ തേടിയെത്തും. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ എങ്ങനെയാണ് 2023 ഒക്ടോബറിലെ നറേഷൻ 2025 മെയ് 25 ആകുമ്പോൾ എങ്ങനെയാണ് ആ നറേഷൻ മാറി മാറി വരുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. സപ്പോർട്ട് ചെയ്തവർ തന്നെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതാണ് ഇന്നല്ലാഹ ലത്തീഫുൻ ലിമാ യശാ. അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നതിലേക്ക് പതുക്കെ പതുക്കെ എത്താം. നമുക്കാണ് ധൃതി. നമ്മൾ ഒരുപാട് വിശദീകരിച്ച, ഞാൻ അതിനകത്ത് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ആ സ്പിരിച്വൽ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്, ഡിവൈൻ ജസ്റ്റിസ്, അതിനെക്കുറിച്ച്, ഇമോഷണൽ സ്ട്രഗിൾസ്, നമ്മുടെ വൈകാരികമായ ആന്തരിക സംഘർഷങ്ങൾ, ഇമോഷണൽ സ്ട്രഗിൾസ് ലൈക്ക് ഗ്രീഫ്, ദുഃഖത്തെ എങ്ങനെ നേരിടണം, പ്രതീക്ഷ, ഹോപ്പ്, എങ്ങനെ പ്രതീക്ഷ വെക്കാം, നമ്മൾ നിരാശയുടെ പടുകുഴിയിലായിരിക്കുമ്പോഴും എങ്ങനെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം. സബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. മക്കളെ, ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ്, നിങ്ങൾ പോകൂ, യൂസുഫിനെ കുറിച്ച് അന്വേഷിക്കൂ. എപ്പോഴാണ് ആ വാപ്പ അത് പറയുന്നത്? രണ്ടാമത്തെ മകനും നഷ്ടപ്പെട്ട്, മൂത്ത മകൻ ഒളിച്ചോടിപ്പോയി, ഇനി മറ്റേ മകനും കിട്ടാതെ ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് സകല പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തില് ആ വാപ്പ മക്കളോട് പറയുന്നത്, ഇദ്ഹബു, മക്കളെ നിങ്ങൾ പോകൂ, ഫതഹസ്സസു മിൻ യൂസുഫ്, യൂസുഫിനെ കുറിച്ച് അന്വേഷിക്കൂ, വലാ തൈഅസു മിൻ റൗഹില്ലാ, അള്ളാഹുവിന്റെ ആശ്വാസത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഫഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ ളാലിമൂൻ, അക്രമികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശരാവില്ല. അപ്പൊ എങ്ങനെ പ്രതീക്ഷ വെക്കാം? നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ പ്രതീക്ഷ വെക്കാം? ഫിയർ, ഭയത്തെ എങ്ങനെ മറികടക്കാം? ഇതൊക്കെ ഈ കഥയിൽ ഖുർആൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് തഫ്സീല കുല്ലി ഷൈ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. അതാണ് നമ്മുടെ മോറൽ ഡിലമ്മ, നമ്മുടെ ഫണ്ടമെന്റൽ സ്ട്രഗിൾസ്, നമ്മുടെ സ്പിരിച്വൽ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഇമോഷണൽ സ്ട്രഗിൾസ്, ഇതൊക്കെ. അപ്പോൾ ചിലപ്പോൾ മാത്തമാറ്റിക്സിന്റെ പ്രിൻസിപ്പിൾ ഇതിൽ പറയുന്നുണ്ടാവില്ല, പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് ഖുർആൻ പറയും. അത് ദൈവികമായ ഒരു ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ദൈവികമായ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ അതിൽ മാത്തമാറ്റിക് പ്രിൻസിപ്പിൾസ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കണ്ടെത്താൻ പറ്റും. അതില്ലേ ആ ആയത്തില്ലേ, ലില്ലാഹി മാഫി സമാവാതി വമാഫിൽ അർളി, കണക്ക് അല്ലാഹു ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് പറഞ്ഞു. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ അസ്ട്രോണമി, ഈ യൂണിവേഴ്സിനെ കുറിച്ച്, ജീവശാസ്ത്രം, ജിയോഗ്രഫി, വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, അനാട്ടമിനെ കുറിച്ചല്ലേ ചിന്തിക്കാൻ പറയുന്നത്. വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ ശരീരം എങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ഹാർട്ട് എങ്ങനെ മിടിക്കുന്നു, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുന്നു. എന്താണ് അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, അവന് നാം 2 കണ്ണ് നൽകിയില്ലേ, നാവ്. എത്രയോ മനോഹരമായിട്ട് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത്തരം ഫണ്ടമെന്റൽ സംഗതികൾ, ഇത് അന്ന് പറഞ്ഞത് ഇന്നിപ്പോ നമുക്കത് പല രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ ഖുർആൻ ഒരിക്കലും പറഞ്ഞു നിർത്തിയിട്ടില്ല. വ ഇന്നാല മൂസിഉൻ എന്നാ പറഞ്ഞത്. ഈ പ്രപഞ്ചം നാം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ പലതും നാം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെയാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. അത് പറഞ്ഞു തരുന്ന വെച്ചാൽ ഇത് ഡിവൈൻ സ്പീച്ചാണ്. മനുഷ്യന്മാർക്ക് പറയാൻ സാധ്യമല്ലാത്ത അമാനുഷികമായ വർത്തമാനങ്ങളാണ് ഈ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് തഫ്സീല കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണം. അത് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അള്ളാഹു പരലോകത്തെ ഒരു കാര്യം പറയുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, ഇന്ന റബ്ബക എന്താണ്, തീർച്ചയായും നിന്റെ റബ്ബ് അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ
തീരുമാനം കൽപ്പിക്കും. യഫ്സിലു ബൈനഹും ഇന്ന റബ്ബക യഫ്സിലു ബൈനഹും ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ. അവർ വ്യതിചലിക്കുന്ന, അവർ അഭിപ്രായ വ്യത്യാസം വെച്ച് പുലർത്തുന്ന കാര്യങ്ങളിൽ നിന്റെ റബ്ബ് ഒരു തീരുമാനം പ്രഖ്യാപിക്കും. ഫസല്, അതാണ് ഫസൽ എന്ന് പറഞ്ഞാൽ, അതാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഒരു തീരുമാനം. ചില കാര്യങ്ങളിൽ അങ്ങനത്തെ തീരുമാനം നമ്മൾ പരലോകത്തേക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. നമുക്ക് ഇഹലോകത്ത് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാവില്ല. നമ്മൾ ഒരുപാട് തർക്കിച്ചുകൊണ്ടിരിക്കും ഭൂമിയിൽ. പക്ഷെ അവിടെ ആ വർത്തമാനങ്ങൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവുക പരലോകത്താണ് എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനമാണ്. ഈ പ്രത്യേകിച്ച് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹു വിധി പറയുന്നത് എപ്പോഴായിരിക്കും? പരലോകത്തായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഈ തഫ്സീൽ എന്ന് പറയുന്നത്. ഫസൽ, തീരുമാനത്തിന് ഫസൽ എന്ന് പറയും. ഫാസില്, ഒരു തീരുമാനം, രണ്ടിനുമിടയിൽ ഒരു തീരുമാനം കൽപ്പിക്കുന്ന ആൾക്ക് ഫാസിൽ എന്ന് പറയും. അതുപോലെ ഇനി അപ്പോ ഇതാണ് തഫ്സീല കുല്ലി ഷൈഇൻ. പിന്നെ പറയുന്നത്, അപ്പൊ ഇവിടെ ഖുർആന്റെ ഈ എല്ലാ കാര്യങ്ങളുടെയും വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് മറ്റു ചില പാഠങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഈ മനുഷ്യന്മാരുടെ സ്പീച്ചിനേക്കാൾ അപ്പുറം ഖുർആൻ അതിൻ്റെ പുതിയ പുതിയ ആന്തരികമായ അർത്ഥങ്ങൾ, പുതിയ വീക്ഷണങ്ങൾ, പുതിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉൾക്കാഴ്ചയുള്ള പാഠങ്ങൾ, ലെസൺസ്, ന്യൂ ഇൻസൈറ്റ്സ് അല്ലേ, അതിങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഖുർആനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 4 വിശദീകരണമാണ് ഖുർആനെ കുറിച്ചുള്ള 4 വിഷയം. ഒന്ന്, ഇതെന്തല്ല, ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാക്കാന ഹദീസൻ യുഫ്തറ, ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്പീച്ച് അല്ല, ഇത് ഡിവൈൻ ഒറിജിനാണ്, ദൈവികമായി മൗലികമായി ഇത് ദൈവത്തിൽ നിന്നുള്ള വചനമാണ്. ഒന്നത്. 2, കൺഫർമേഷൻ ഓഫ് പാസ്റ്റ് ട്രൂത്ത്, പഴയ സ്ക്രിപ്ചറുകളിലുള്ള ഡിസ്റ്റോർഷൻസ്, വക്രീകരണങ്ങളെ ഇതെന്ത് ചെയ്യുന്നു? കറക്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തത്, ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ഓൾ എസെൻഷ്യൽ മാറ്റേഴ്സ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അത്യാവശ്യ കാര്യങ്ങളെയും ഇത് വിശദീകരിക്കുന്നു. നാലാമത്തെ ഈ പറയുന്നതാണ് വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് കാരുണ്യവും ഗൈഡൻസുമാണ് ഈ ഖുർആൻ. ഇവിടെ അതിനകത്തേക്ക് ഈ ഹുദൻ വറഹ്മത്തൻ എന്നുള്ള പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഖുർആനെ കുറിച്ച് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ചില സംഗതികൾ, ഒന്നിപ്പോൾ ഈ തഫ്സീല കുല്ലി ഷൈ എന്ന് പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് സംഗതികളെ കുറിച്ച് ഞാൻ പറയാട്ടോ. അതായത് ഇപ്പം ഇവിടെ അമീൻ ഹസൻ ഇസ്ലാഹി നദ്വിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, തദബ്ബുറെ ഖുർആൻ. ഖുർആനെ കുറിച്ചുള്ള ഒരുപാട് നമ്മൾ അഗാധമായി ചിന്തിക്കേണ്ട ഒരു അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഏതാണ്ട് ഒരു ചില പ്രീ റിക്വിസിറ്റ്സ്, എങ്ങനെയാണ് നമുക്ക് ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത്, അതിന് പറ്റുന്ന ഒരു പ്രീ കണ്ടീഷൻസ്, നിബന്ധനകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നുള്ള എങ്ങനെ ഖുർആനെ സമീപിക്കണം. പലപ്പോഴും നമ്മൾ പലരും ഖുർആനെ സമീപിക്കുക എങ്ങനെയാ, നമുക്ക് ഖുർആനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ട്. നമ്മൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിലിരിക്കുന്ന ആളുകളെ കുറിച്ചല്ല, മൊത്തത്തിൽ മുസ്ലിം സമൂഹം ഖുർആനെ സമീപിക്കുന്ന പല രൂപത്തിലാണ് അല്ലേ. ചിലരത് മനഃപ്പാഠമാക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നു, ചിലർ അതിൻ്റെ തജ്വീദ് ഏറ്റവും നന്നായിട്ട് റിസൈറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അവർ ഖത്തം തീർക്കും ഇഷ്ടം പോലെ, തജ്വീദ് നിയമങ്ങൾ ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം തന്നെ ഒരു വർഷമൊക്കെ എടുക്കും ബിസ്മി ഒന്ന് ശരിയാക്കി കിട്ടാനായിട്ട്, അങ്ങനെയൊക്കെ. വേറെ ചിലർ ഇതിനെ നല്ല കാലിഗ്രാഫി ആയിട്ട് എഴുതിയിട്ട് വീട്ടിൽ അല്ലേ, ഹാദാമിൻ ഫضل റബ്ബി അല്ലെങ്കിൽ ആയത്തുൽ കുർസി നല്ല മനോഹരമായിട്ട് എഴുതിയിട്ട് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ നല്ലൊരു കാലിഗ്രാഫി ആക്കിയിട്ട് എഴുതി ചുമരിൽ തൂക്കും. അങ്ങനെ ഒരു കൾച്ചറൽ ആർട്ടിഫാക്റ്റ് പോലെ കല്യാണത്തിൻ്റെ സന്ദർഭത്തിൽ പറയുകയാണെങ്കിൽ എല്ലാത്തരം ജാഹിലിയത്തും കല്യാണത്തിലുണ്ടാവും. പക്ഷെ കല്യാണത്തിന് അങ്ങോട്ട് പെണ്ണിറങ്ങാൻ നേരത്തെ ഒരു ഖുർആൻ കൊണ്ടുവന്നിട്ട് അതിനൊരു ബ്ലെസ്സിങ്ങിന് വേണ്ടി അന്നേരം ഒരു ഖുർആൻ, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ മാത്രം, അങ്ങനെ പല രൂപത്തിൽ. വേറെ ചിലരാണെങ്കിൽ കുറച്ചുകൂടി തങ്ങളുടെ വാദത്തിന് കുറെ തെളിവായിട്ട് മാത്രം ഖുർആൻ ഉദ്ധരിക്കുക, അത് ജീവിതത്തിൽ ഒരു ബന്ധമില്ല ഉണ്ടാവില്ല, വാദപ്രതിവാദത്തിനുള്ള ഖുർആന്റെ ആയത്തുകൾ അതിനുവേണ്ടി മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് അന്തിമമായിട്ട് നമ്മൾ എന്തിന് ഖുർആൻ പഠിക്കണം? നമ്മൾ ഹിഫ്ളാക്കണം, നമ്മുടെ മക്കളെ ഹിഫ്ള് പഠിപ്പിക്കണം, നമ്മൾ തജ്വീദ് പഠിക്കണം.
പക്ഷെ അന്തിമമായിട്ട് എന്തിന് ഖുർആൻ പഠിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം, അല്ലെ? ഹുദൻ, അവിടെയാണല്ലോ എൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്ന സംഗതി. അത് നമുക്ക് ഗൈഡൻസ് ആവണം. അതായത് അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കി, നമ്മളപ്പോ ഹിഫ്ള് എന്തിനാ പഠിക്കുന്നത്? ഖുർആൻ എന്തിനാ ഹിഫ്ളാക്കണം? നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ ഇന്ന മേഖലയിൽ ഞാൻ എങ്ങനെ ചെയ്യണം എന്ന ആയത്ത് എനിക്ക് ഓർമ്മ വരണം, അല്ലെ? അതിന് ഹിഫ്ള് പഠിക്കണം. നമ്മൾ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാൻ തജ്വീദ് പഠിക്കുന്നു. എന്തിനാണ് ഈ മനോഹരമായി പാരായണം ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏർപ്പെടുന്ന മേഖലകളിൽ ഈ ഖുർആൻ ആയത്ത് എന്താണ് പറയുന്നത് എന്നെനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ മനോഹരമായിട്ട് അതെനിക്ക് പാരായണം ചെയ്യണം. ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളെ നിഷേധിക്കല്ല കേട്ടോ. ഹിഫ്ള് പഠിച്ചാൽ നിങ്ങൾ റത്തിൽ വർത്തക്കി, നാളെ പരലോകത്തെത്തുമ്പോൾ ഓദിക്കോ കയറിപ്പൊക്കോ ആ പ്രതിഫലം കിട്ടും. ഒരക്ഷരം പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലം വെച്ച് കിട്ടും, ശരിയാണ്. പക്ഷേ അന്തിമമായി ഖുർആൻ എന്തിനു പഠിക്കണം? നമസ്കാരത്തിൽ തറാവീഹിൽ ഇമാം വെക്കാൻ വേണ്ടി ഹിഫ്ള് പഠിക്കാൻ, അതിനാണോ ഹിഫ്ള് പഠിക്കേണ്ടത്? എന്തിനാണ് തറാവീഹിൽ ഇത് ഓതുന്നത്? ഓതുമ്പോൾ നമുക്ക് ഈ അർത്ഥം മനസ്സിലേക്ക് വരണം. ആ അർത്ഥം മനസ്സിലേക്ക് വരുന്നത് എന്തിനാ? നമ്മൾ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ആലോചിക്കും, ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ ഇത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മളെല്ലാ നമസ്കാരത്തിലും ഫാത്തിഹ ഓതുമല്ലോ, അല്ലെ? ചുരുങ്ങിയത് എത്ര പ്രാവശ്യം ഫാത്തിഹ ഓതും ഒരു ദിവസം? മിനിമം ഫർള് നമസ്കാരം മാത്രം 17 times. ആ ഫർള് നമസ്കാരം മാത്രം കുട്ടിയാൽ 17 പ്രാവശ്യം, 17 ടൈംസ് നമ്മൾ ഫാത്തിഹ ഓതും, അല്ലെ? ആ ഫാത്തിഹയിൽ നമ്മൾ ആവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താ? اهدنا الصراط المستقيم. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്താ അർത്ഥം? ഞങ്ങളെ മാർഗത്തിൽ നേർമാർഗത്തിലാക്കണേ. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? ഒരു ദിവസം ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ പറഞ്ഞാൽ പോരെ? ഈ 17 പ്രാവശ്യം ഇത് പറയാൻ എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു? കാരണം നമ്മൾ ജീവിതത്തിൽ നിസ്കരിച്ച് കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിന് ഒരു പ്രശ്നം വരും. നമ്മൾ വഴികേടിലായി പോകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വഴികേടിലായി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അടുത്ത നിസ്കാരത്തിൽ നമ്മൾ വന്നിട്ട് പറയണം, പടച്ചോനെ തെറ്റിപ്പോയിട്ടുണ്ടോ അറിയില്ല, അതുകൊണ്ട് വീണ്ടും എന്നെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരണേ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഒരു നമസ്കാരത്തിൽ തന്നെ 4 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം ഒക്കെ ഇത് പറയണ്. നമ്മളത് പറഞ്ഞ് നമുക്കതൊരു ചടങ്ങായി മാറി. നമ്മൾ എന്താ പറയണെന്ന് പോലും അറിയാതെയാണ് നമ്മൾ പലപ്പോഴും അത് ഓതിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വേറെ വിഷയമാണ്. പക്ഷെ അതിനാണോ ഹിഫ്ള്? അതിനാണോ തജ്വീദ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ ഓരോ അക്ഷരങ്ങളും സ്ഫുടമായി തജ്വീദ് നിയമം അനുസരിച്ച് നന്നായിട്ട് ഓതി. പക്ഷേ നമ്മളെ നേർമാർഗത്തിലാക്കണേ എന്നുള്ള മീനിങ് മിസ്സായി പോയാൽ എന്ത് ഫലം? അതിനാണോ ഖുർആൻ? ഫാത്തിഹ ഓതിയാൽ ഷിഫ ഉണ്ടാവും, റുഖിയ, കണ്ണേറ് കിട്ടൂല, അല്ല? ഇപ്പൊ കണ്ണേറ് വലിയ വിഷയമാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയരുത്, കണ്ണേറ് കിട്ടും. നിങ്ങൾ എല്ലാം വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കരുത്, അതൊക്കെ കണ്ണേറ് കിട്ടാൻ സാധനം. ഓക്കെ, കണ്ണേറ് കിട്ടാതിരിക്കാനുള്ള ഓതാനുള്ള ഒരു സംഗതിയാണോ ഫാത്തിഹ? ഞാൻ അതിന്റെ മറ്റു വശങ്ങളൊന്നും നിഷേധിക്കുന്നില്ല കേട്ടോ. റുഖിയ ശർഇയ്യ ഉണ്ട്, സിഹറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിഹർ ഉണ്ടെന്ന് ഞാൻ പറയൂല, സിഹറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ണേറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഒക്കെ ഉണ്ട്. ഖുർആൻ അതിനാണോ? ഖുർആൻ അതിനല്ല. ഹുദൻ, അത് ഗൈഡൻസ് ആണ്. ആ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ നമസ്കാരത്തിൽ പറയുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ഖുർആൻ. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. മുത്തഖികൾക്ക് സന്മാർഗമാണ്, ഗൈഡൻസ് ആണ് ഈ ഖുർആൻ. ഇത് മനഃപ്പാടമാക്കിയിരുന്നാൽ, ഇത് തജ്വീദ് അനുസരിച്ച് ഓതിയാൽ മാത്രം, ഇതിങ്ങനെ ഖത്തം തീർത്താൽ മാത്രം നമുക്കിത് ഗൈഡൻസ് ആയിട്ട് മാറും. സോ ആ ഒരു പർപ്പസ്, അതിനകത്തേക്ക് നമുക്ക് വെളിച്ചം വീശുന്ന 3-4 സംഗതികളാണ്. അമീൻ അഹ്സൻ ഇസ്ലാഹി അദ്ദേഹത്തിന്റെ തദബ്ബുറ ഖുർആൻ എന്ന് പറയുന്ന
ആ പുസ്തകത്തിൽ പറയുന്നത്. അതിൽ ഒരു 2-3 സംഗതികളുണ്ട്. അത് ഞാൻ ഒന്ന് പിന്നെ പെട്ടെന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഒന്ന്, നമ്മുടെ നിയ്യത്ത്, പ്യുവർ ഇന്റൻഷൻ. ഖുർആനെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും വാദത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തെളിവ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഖുർആനെ സമീപിക്കരുത്. മറിച്ച് ഈ ഖുർആൻ മനസ്സിലാക്കുന്നതിലൂടെ, ഇത് പഠിക്കുന്നതിലൂടെ, ഇതിന്റെ തജ്വീദ് നന്നാക്കുന്നതിലൂടെ, ഇത് മെമ്മറൈസ് ചെയ്ത് ഹിഫ്ള് ആക്കുന്നതിലൂടെ, ഈ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ എൻ്റെ ഉദ്ദേശം എൻ്റെ സന്മാർഗമാണ് എന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ നമുക്ക് വേണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തത്, ഖുർആന്റെ സുപ്രീമസി, അതിന്റെ മേധാവിത്വം നമ്മൾ അംഗീകരിക്കുക. ആക്സെപ്റ്റ് ഇറ്റ് സുപ്രീമസി എന്ന് പറഞ്ഞാൽ ഖുർആനാണ് ഹയസ്റ്റ് അതോറിറ്റി. നമ്മുടെ കൾച്ചറൽ നോംസ് അല്ലെങ്കിൽ സ്കോളർലി സ്കൂള്, നമ്മൾ ഏതെങ്കിലും ഒരു പണ്ഡിതനെ പിൻപറ്റുന്നു, ഏതെങ്കിലും ഇന്ന ആള് പറഞ്ഞു, ഇന്ന ഷെയ്ഖ് പറഞ്ഞു, ഇന്ന ഇമാമ് പറഞ്ഞു, ഇതല്ല നമ്മുടെ പിന്നെ ജീവിതത്തിലെ ആഗ്രഹങ്ങളോ ഇതൊന്നുമല്ല. മറിച്ച് പിന്നെയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ് സുപ്രീം. ഖുർആൻ നമ്മുടെ ഒരു ബിലീഫിന് എതിരായിട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മുടെ പേഴ്സണൽ താല്പര്യങ്ങൾ അതിന് മറവിൽ നിൽക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഖുർആനെ മനസ്സിലാക്കുമ്പോൾ ആ ഖുർആന്റെ സുപ്രീമസിയെ നമ്മൾ അംഗീകരിക്കണം. അതാണ് രണ്ടാമത്തെ സംഗതി. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താ? പ്യുവർ ഓഫ് ഇന്റൻഷൻ, അല്ല പ്യുവർ ഇന്റൻഷൻ, ഏറ്റവും ശുദ്ധമായ നിയ്യത്ത്. രണ്ടാമത് പറഞ്ഞത് ഖുർആന്റെ സുപ്രീമസി നമ്മൾ അംഗീകരിക്കും. മൂന്നാമത്തത്, നമുക്കൊരു ആയത്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് തന്നെ ചോദിക്കുക. അതായത് ഖുർആനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ സംഗതി അതാണ്. ഖുർആനിൽ നമുക്ക് മനസ്സിലാകാത്ത പലതും ഉണ്ടാവാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബുദ്ധി കുറവാണ്. നമുക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആയിട്ടില്ല. അതുപോലെ എൻ്റെ കാഴ്ചയ്ക്ക് പരിമിതിയുള്ള പോലെ, എൻ്റെ ചെവിക്ക് പരിമിതിയുള്ള പോലെ, എൻ്റെ ഹൃദയത്തിന് മനസ്സിലാക്കുന്നതിന് പരിമിതിയുള്ള പോലെ എനിക്ക് ഈ ആയത്ത് ഉൾക്കൊള്ളാൻ പരിമിതിയുണ്ട്. അതുകൊണ്ട് അള്ളാഹിനോട് തന്നെ ചോദിക്കുക. ലോകത്ത് ഏതെങ്കിലും ഒരു പുസ്തകം അതിൻ്റെ ഓദറിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ശക്തി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമാണ്. കാരണം ഖുർആന്റെ ഓദറിനോട് നമുക്ക് ചോദിക്കാം, എനിക്ക് ഈ ആയത്ത് മനസ്സിലായിട്ടില്ല അല്ലാഹ്, ഇതൊന്ന് നീ എനിക്ക് തിരിച്ചു തരണേ, മനസ്സിലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ആ വാചകം, ആ ആയത്ത്, ആ വാക്ക് നമ്മുടെ മുമ്പിൽ തുറന്നു വരും. എങ്ങനെയാ? നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ, നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വരും. അതാണ് മൂന്നാമത്തെ സംഗതി. അപ്പോൾ പ്രയാസമുള്ള ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട്. നാലാമത്തത്, നമ്മൾ മാറ്റം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഖുർആനെ സമീപിക്കുക. അതായത് നമ്മുടെ നിലവിലെ അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അകത്തേക്കുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ പിന്നെ മാറാൻ പ്രതിജ്ഞ എടുത്തിട്ടില്ലെങ്കിൽ ഖുർആൻ അല്ല വേറെ എന്തു വന്നാലും നമുക്ക് മാറ്റം പറ്റില്ല. അതുകൊണ്ടാണ് യഹ്ദി ബിഹി മയ്യഷ വയുളില്ലു ബിഹി മയ്യഷ എന്ന് അള്ളാഹു പറയുന്നത്. ഈ ഖുർആൻ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും ഈ ഖുർആൻ സന്മാർഗമല്ല. ഇതേ ഖുർആൻ പഠിച്ചിട്ട് വഴികേടിലായി പോയ കുറേ പേരുണ്ട്. അപ്പോൾ പൂർണ്ണമായും മാറ്റത്തെ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അതാണ് നാലാമത്തത്. അഞ്ചാമത്തത്, നമ്മുടെ പരിശ്രമങ്ങളിൽ നമ്മൾ പേഴ്സിസ്റ്റ് ചെയ്യുക. പേഴ്സിസ്റ്റ് ഇൻ എഫേർട്ട്. നിരന്തരമായിട്ട് നമ്മൾ പഠിക്കുക, ചിന്തിക്കുക, എന്നിട്ട് അത് അപ്ലൈ ചെയ്യുക. ഒരു സെക്യുലർ നോളജിന്റെ പ്രശ്നം എന്താ? അത് നമ്മൾക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ഉപകരിക്കാം, ഒരു ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പഠിച്ചേക്കാം, ബിരുദം എടുത്തേക്കാം. പക്ഷെ നിരന്തരമായി മനസ്സിലാക്കാനും റിഫ്ലക്റ്റ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും പറ്റുന്ന ഒരു നോളജാണ്. അപ്പൊ ഇതാണ് ഖുർആനിന്റെ ഒരു പ്രാക്ടിക്കൽ ഖുർആൻ അപ്രോച്ച് ചെയ്യാന്നുള്ള ഒരു 5 വഴികൾ. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിച്ച് പറയാം. ഒന്ന്, നമ്മുടെ നിയ്യത്ത് നന്നാക്കുക, ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു നിഷ്കളങ്കമായ നിയ്യത്ത്. രണ്ടാമത്തത്, ഖുർആന്റെ സുപ്രീമസി, അതിന്റെ ഔന്നത്യം, അതോറിറ്റി നമ്മൾ അംഗീകരിക്കുക. മൂന്നാമത്തത്, ഖുർആൻ ആയത്തുകൾ മനസ്സിലാക്കുന്നതിനുള്ള പ്രയാസത്തെ അള്ളാഹുവിനോട് തന്നെ ഏറ്റുപറയുക. എന്നിട്ട് നമുക്ക് തിരിച്ചു തരാൻ വേണ്ടി, അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടുക. അതുകൊണ്ടാണ് എന്താണ് നിങ്ങൾക്ക് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് മൂന്നാമത്തത്. നാലാമത്തത്, കമ്മിറ്റ് ടു ചേഞ്ച്. നമ്മളെ തന്നെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുക? പ്രതിജ്ഞ എടുക്കുക. അഞ്ചാമത്തത്,
നമ്മുടെ പരിശ്രമങ്ങളിൽ നിരന്തരമായി പെർസിസ്റ്റ് ചെയ്യുക. ഇതാണ്. ഓക്കെ. ഇനി ഈ ഹുദൻ വറഹ്മത്തൻ എന്നുള്ളടത്ത് ഈ ഹുദ എന്ന് പറയുന്നത് ഇപ്പൊ നോക്കൂ, ശരിക്കും ഇവിടെ പറയേണ്ടിയിരുന്നത് ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഹാദിയൻ, അതൊരു ഗൈഡ് ആണെന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന? ഹുദൻ, അതൊരു ഗൈഡൻസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കവിതകൾ പാട്ടുകളിലൊക്കെ പറയുമ്പോൾ ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു നല്ല നായകനെ വിശദീകരിക്കുമ്പോൾ നായകന്റെ മുഖം ചന്ദ്രനെ പോലെയാണ് എന്ന് പറയുന്നതിന് പകരം നായകൻ തന്നെ ചന്ദ്രനാണ് എന്ന് പറഞ്ഞ, ഞാൻ പാട്ടൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ അത് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ പാട്ടുകളൊക്കെ ഇല്ലേ അല്ലെ? അയാള് തന്നെ ഒരു ചന്ദ്രനാണ്, അയാള് തന്നെ ഒരു നിലാവാണ് എന്ന് പറയുന്ന പാട്ടുകളൊക്കെ ഇല്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചന്ദ്രനല്ലേ സുഗന്ധം, ഏഹ് ചന്ദ്രനല്ലേ സുഗന്ധം, അതാണോ? നിങ്ങൾ എങ്ങനെയാണോ അത് മനസ്സിലാക്കണം, അങ്ങനെ ഉൾക്കൊണ്ടോ കേട്ടോ. അതായത് ചന്ദ്രനെ പോലെയാണ് മുഖം എന്ന് പറയുന്നതിന് പകരം അയാളുടെ മുഖം തന്നെ ഒരു ചന്ദ്രനാണ്, നിലാവാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താ? അത് പിന്നെ അതിന്റെ വിശദീകരണം ഏറ്റവും പൂർണ്ണമായിട്ട് ആലങ്കാരിക പ്രയോഗം ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിലാണ്. അതുപോലെയാണ് ഖുർആൻ ഒരു ഗൈഡൻസ് ആണ്, ഗൈഡാണ് എന്ന് പറയുന്നതിന് പകരം ഖുർആൻ ഇറ്റ്സെൽഫ് ഈസ് ദ ഗൈഡൻസ് എന്ന് പറയാണ്. ഓക്കെ, ഹുദൻ അതാണ്. ഹുദ എന്ന് പറയുന്നതിൽ ഹദാ യഹ്ദി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് വഴി ചൂണ്ടുക, ഡയറക്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇവിടെ അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തരാണ് ചെയ്യുക. അള്ളാഹ് നമ്മളെ ശരിക്കും നമ്മൾ തെറ്റിദ്ധരിച്ച ഒരു പദമാണത്. അള്ളാഹ് നമ്മളെ സന്മാർഗത്തിലാക്കുകയല്ല ചെയ്യുക, പിന്നെയോ ശരിക്കും അത് മനസ്സിലാക്കണം കേട്ടോ. അള്ളാഹു നമ്മളെ സന്മാർഗത്തിലാക്കുകയല്ല ചെയ്യുക, പിന്നെയോ അള്ളാഹു സന്മാർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരികയാണ് ചെയ്യുക, ചൂണ്ടിക്കാണിച്ചു തരും. അതിനാണ് നമ്മൾ അള്ളാഹിനോട് ആവശ്യപ്പെടുന്നത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്കുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് തരണേ എന്നാണ് പറയാ. ആ ഡയറക്ഷൻ സ്വീകരിക്കേണ്ടത് ആരാ? നമ്മളാണ്. ആ ചോയ്സ് അള്ളാഹു നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹ് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ സന്മാർഗത്തിലാകുമായിരുന്നല്ലോ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? യഹ്ദി മൻ യശാ എന്ന് പറഞ്ഞാൽ അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ആ വഴി സ്വീകരിക്കേണ്ടത് ആരാ? നമ്മളാണ്. മനസ്സിലായോ? ഓക്കെ. ഇത് ഇനി അത് ഹദീന്റെ കാര്യം, ഹുദയുടെ കാര്യം. ഇനി റഹ്മത്ത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതും അതുപോലെ തന്നെ ശരിക്ക് ഖുർആൻ ഒരു കാരുണ്യത്തിന്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ റാഹിമാണ് എന്ന് പറയുന്നതിന് പകരം ഖുർആൻ തന്നെ കാരുണ്യമാണ് എന്നാണ് പറയുന്നത്. ശരിക്കും റഹ്മത്ത് എന്നുള്ള പദം അത് തന്നെ വിശദീകരിക്കാൻ ഒരു ക്ലാസ് വേണ്ടി വരും. നമ്മളിപ്പോൾ തന്നെ കുറെ ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയണത് റഹ്മത്തിന്റെ അർത്ഥം അതേത് പദത്തിൽ നിന്നാണ് വന്നത്? റഹിം എന്ന പദത്തിൽ നിന്നാണ്. റഹിം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം അല്ലെ? ഗർഭപാത്രത്തിന്റെ പ്രത്യേകത എന്താ? ഒരു വോംബ്, മദേഴ്സ് വോംബ്, മദേഴ്സ് ബെല്ലി. അതിന്റെ പ്രത്യേകത അവിടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടി രൂപം എടുക്കുമ്പോൾ ആ കുട്ടി അറിയാതെ, ആ കുട്ടി ഒന്നും ആവശ്യപ്പെടാതെ ആ മദറിന്റെ വോംബിലൂടെ, ബെല്ലിയിലൂടെ ആ കുട്ടിക്ക് വേണ്ട ഭക്ഷണം, കെയർ ഒക്കെ ലഭിക്കുന്നു. ഒരു മദർ പ്രഗ്നന്റ് ആയത് മുതൽ ആ കുട്ടിയെ പ്രസവിക്കുന്നത് വരെ അവരുടെ പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക, കുറയല്ലോ, കൂടിക്കൊണ്ടിരിക്കുകയേ ചെയ്യുന്നു. പക്ഷെ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നിടത്തോളം ആ കുട്ടിക്ക് വേണ്ട എല്ലാ കെയറും, എല്ലാ ലവും, എല്ലാ പരിഗണനയും ഒക്കെ ഈ മദർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുട്ടി നന്ദി കാണിക്കുന്നുണ്ടോ, കുട്ടി പിന്നെ മര്യാദക്ക് പെരുമാറുന്നുണ്ടോ, അവൻ അടങ്ങി ഒതുങ്ങി കിടക്കുന്നുണ്ടോ, ഇതൊന്നും പരിഗണിക്കുന്നില്ല. മറിച്ച് മദറിന്റെ വോംബ് അവനെ കെയർ ചെയ്യുന്നു. ഇതുപോലെയാണ് അള്ളാഹു. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവനെ പോലും അള്ളാഹു എല്ലാ അപകടത്തിൽ നിന്ന് രക്ഷിക്കും. കുഞ്ഞുങ്ങളെ കൊല്ലുന്നവനെ പോലും അള്ളാഹു അപകടത്തിൽ നിന്ന് രക്ഷിക്കും. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. പക്ഷേ ആ കാരുണ്യത്തിന്റെ അർഹരായിട്ടുള്ള ആളുകൾ അതിന് കൃത്യമായ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നീടാണ് അവൻ പിടിക്കുക, പിന്നീടാണ് ചോദ്യം ചെയ്യുക. അപ്പൊ റഹ്മത്തിന്റെ പ്രത്യേകത അതാണ്. ഈ ഖുർആനാണ് ഏറ്റവും വലിയ കാരുണ്യം. ജീവിതത്തിൽ നമ്മൾ എല്ലാ നേരവും കാരുണ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മളുള്ളത്. കാരണം എന്താ? നമ്മളിപ്പോൾ മഴയെ കുറിച്ച് കേൾക്കുന്നു, മഴയിൽ ഒരുപാട് അപകടം സംഭവിക്കുന്നു. നമുക്കിതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരുപാട് വിമാനാപകടങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. നമ്മൾ വിമാനത്തിൽ എത്രയോ യാത്ര ചെയ്തിട്ടുണ്ട്.
ഒരു വിമാനവും നമ്മൾ പോയത് ഇതുവരെ അപകടത്തിൽപ്പെട്ടിട്ടില്ല. നമ്മൾ ഒരുപാട് വാഹനാപകടങ്ങളെക്കുറിച്ച് കേൾക്കുന്നു ചുറ്റും ഇന്നും. ഇതുവരെ നമ്മൾ വാഹനാപകടത്തിൽ പെട്ടിട്ടില്ല, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. കുഴഞ്ഞു വീണ് മരിക്കുന്നു, ക്യാൻസർ വന്ന് മരിക്കുന്നു, പലതും വന്ന് ആളുകൾ മരിക്കുന്നു. ഇതുവരെ അത്തരം സംഭവം നമ്മൾ സംഭവിച്ചിട്ടില്ല. നമ്മളെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, എല്ലാ അപകടങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും ഒക്കെ കാത്തുരക്ഷിക്കുമാറാണ്. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരുണ്യത്തിൻ്റെ അകത്താണ്, കാരുണ്യം അനുഭവിക്കല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആ കാരുണ്യത്തെക്കാളും വലിയ കാരുണ്യമാണ് അള്ളാഹു നമുക്ക് ഖുർആൻ തന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് വഹുദൻ വറഹ്മതൻ എന്ന് പറയാൻ കാരണം. നോക്കൂ, ആ കാരുണ്യത്തെക്കുറിച്ച് അള്ളാഹു പറയുന്ന സൂറത്തുർ റഹ്മാനിൽ പറയുന്നത് അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. ശരിക്ക് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമല്ലേ ഖുർആൻ ഇറക്കിയത് അള്ളാഹു? അപ്പൊ ഓർഡറിൽ പറയേണ്ടത് എങ്ങനെയാ? അർ റഹ്മാൻ ഖലഖൽ ഇൻസാൻ അല്ലമൽ ഖുർആൻ എന്നാ പറയേണ്ടത്. പക്ഷെ അള്ളാഹു പറഞ്ഞെന്താ? അർ റഹ്മാൻ, പരമകാരുണ്യകൻ. കാരുണ്യകൻ എന്നുള്ള പദത്തിന് അർ റഹ്മാന്റെ അർത്ഥമേ അല്ല ലവ് ആൻഡ് കെയർ, കൺസിഡറേഷൻ, ഇതൊക്കെയുള്ള ഒരു പദമാണത്. ഓക്കെ, എനിവേ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചവൻ, ഖലഖൽ ഇൻസാൻ. അപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ അവന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്നതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. സൂറത്തുർ റഹ്മാൻ വളരെ മധുരമായ ഈണത്തിൽ അറൂസുൽ ഖുർആൻ ആണല്ലേ, ഖുർആന്റെ മണവാട്ടിയാണ് സൂറത്തുർ റഹ്മാൻ. അത് നമ്മളിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഈ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ആ ഖുർആൻ എന്താണ്? ഒരു കാരുണ്യമാണ്. ലിഖൗമി യുഅ്മിനൂൻ, ലിഖൗമിൻ മുഅ്മിനീൻ എന്നല്ല പറയുന്നത്, മറിച്ച് ലിഖൗമിൻ യുഅ്മിനൂൻ. ആർക്കാണ്? വിശ്വസിക്കുന്ന ജനതയ്ക്ക്. അവിടെ ഈ പിന്നെ ഖൗമിൻ യുഅ്മിനൂൻ, ആ യുഅ്മിനൂൻ എന്നുള്ള മുലാരി ആയ വെർബ് ശരിക്ക് മുഅ്മിനീൻ എന്ന പദത്തിന്റെ സ്ഥാനത്താണ് നിൽക്കുക. അതായത് സിഫത്ത് മൗസൂഫ് എന്ന് അറബി പറയും. സിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു അജക്റ്റീവ്, മൗസൂഫ് എന്ന് പറഞ്ഞാൽ ആ അജക്റ്റീവ് ഏതൊരു നൗണിനെയാണോ വിശേഷിപ്പിക്കുന്നത് അത്. അപ്പോൾ ശരിക്കും ഇവിടെ പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ പറയാൻ നല്ലത് ലിഖൗമിൻ മുഅ്മിനീൻ എന്നാണ്. മറിച്ച് അത് പറയാതെ ലിഖൗമിൻ യുഅ്മിനൂൻ എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അതൊരു ഓൺഗോയിങ് സ്ട്രഗിൾ ആണ് നമ്മുടേത്. നമ്മൾ പൂർണ്ണമായ വിശ്വാസികളായിട്ടില്ലെങ്കിൽ പോലും, വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും അള്ളാഹു എന്ത് ചെയ്യുന്നു? നമ്മൾ വിശ്വസിക്കാനുള്ള പാതയിലാണെങ്കിൽ പോലും അള്ളാഹു നമുക്കിതൊരു കാരുണ്യമായിട്ടും ഗൈഡൻസ് ആയിട്ട് ഖുർആനെ തരുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഖുർആനെ അള്ളാഹു നമുക്ക് വേണ്ടി സമർപ്പിച്ചതിന്റെ തെളിവ് കൂടിയാണത്. അതായത് നിങ്ങൾ ഓൾറെഡി വിശ്വാസിയായിട്ടല്ല ഖുർആൻ നിങ്ങൾക്ക് കാരുണ്യമാവുക, മറിച്ച് വിശ്വാസം നിങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടിട്ടേ ഉള്ളൂ, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല എങ്കിൽ പോലും ഖുർആൻ നിങ്ങൾക്ക് എന്താണ്? ഹുദൻ വറഹ്മതൻ. മനസ്സിലാവുന്നുണ്ടോ? മുഅ്മിനീൻ എന്ന് പ്രയോഗിക്കാതെ യുഅ്മിനൂൻ, ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കാൻ തയ്യാറുള്ള, വിശ്വസിക്കാൻ ആരംഭിക്കുന്ന, വിശ്വസിക്കാൻ തയ്യാറെടുക്കുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കാൻ വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ അതൊക്കെ ഇംപ്ലൈഡ് ആണ് ആ മീനിങ്ങിൽ. എത്ര മനോഹരം! എന്തിനാണ് അള്ളാഹു അറബി ഭാഷ ഖുർആന് വേണ്ടി തിരഞ്ഞെടുത്തത് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? ലിഖൗമി യുഅ്മിനൂൻ എന്ന ഒരൊറ്റ പദത്തിൽ ഇതൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ വിശ്വസിച്ചിട്ടില്ലെങ്കിലും, നാളെ വിശ്വസിക്കാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂവെങ്കിലും, ഇനി ഇപ്പോഴും വിശ്വാസം പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഖുർആൻ എന്താണ്? ഹുദൻ വറഹ്മതൻ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഇത്തിരി വൈകിപ്പോയി, എന്നാലും ഈ ടേംസ്, ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഫെയർവെൽ മെസ്സേജ് ആണ്. ഈ സൂറത്ത് യൂസുഫിന്റെ മൊത്തം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ സ്പീച്ച് ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ സംഗമത്തിൽ നടത്തും. അത് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇൻഷാ അല്ലാ നമ്മൾ ഒരു റെക്കോർഡായിട്ട് എല്ലാവർക്കും നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ജേണിയിൽ, ഈ ഒരു യാത്രയിൽ, ഖുർആനോട് ഒന്നിച്ചിട്ടുള്ള ഈ യാത്രയിൽ നമ്മൾ ഇത്രയും ഒറ്റൊരു സൂറത്ത് അല്ലെ, ഈ സൂറത്ത് യൂസുഫിന്റെ മാത്രം പറയുകയാണെങ്കിൽ 2-3 വർഷത്തിലധികം നമ്മൾ എടുത്തു അത് പഠിക്കാൻ. ഇനി ഇൻഷാ അല്ലാ ഇതുപോലെ ഓരോ സൂറത്തുകളും ജീവിതം നമുക്ക് അള്ളാഹു ആയുസ് തരുന്നിടത്തോളം കാലം ഖുർആനോടൊപ്പമുള്ള ഈ സഞ്ചാരം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ, അല്ലാത്ത സന്ദർഭത്തിൽ നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ രൂപത്തിലും പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക. ഇൻഷാ അല്ലാ
അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന സംഗമത്തിൽ അതിൽ സംബന്ധിക്കാൻ സാധിക്കുന്നവരൊക്കെ സംബന്ധിക്കുക. അല്ലാത്തവർ അതിൻ്റെ റെക്കോർഡിങ്സും ഒക്കെ കേട്ട് നമുക്ക് ഖുർആൻ കൂടുതൽ വെളിച്ചമേകുന്ന, ഖുർആൻ കൂടുതൽ പ്രചോദനമേകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരിക്കലും ഞാൻ ഒരിക്കൽ കൂടി ഒരു ഡിസ്ക്ലൈമർ പറയണം, നമ്മളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ അന്തിമമായിട്ട് ഇതിൻ്റെ വ്യാഖ്യാനമൊന്നുമല്ല. ഇത് ഒരു വിശുദ്ധ ഖുർആന്റെ ഒരു വലിയ സമുദ്രമാണെങ്കിൽ അതിൽ ഒരു ചെറിയ തുള്ളിയുടെ ഒരു 100-ൽ1 അംശം എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ഒരു വശത്തു കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇത് കംപ്ലീറ്റ് അല്ല. ഇത് ഇനി ഒരിക്കൽ കൂടെ നമ്മൾ ഈ സൂറത്ത് യൂസുഫ് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുതിയ ഒരുപാട് പാഠങ്ങൾ ഇതിനേക്കാൾ അപ്പുറം നമുക്ക് ചിലപ്പോഴെന്നല്ല ഉറപ്പായിട്ടും ലഭിക്കും. അപ്പോൾ ഒരിക്കലും ഒരാൾക്കും ഖുർആൻ പഠനം പൂർണ്ണമായി നടത്തി എന്ന് പറയാൻ സാധ്യമേ അല്ല. നമ്മളിതൊരു നിരന്തരമായ പ്രക്രിയയായിട്ട് ഏറ്റെടുക്കുക, സ്വന്തമായി പഠിക്കുക, മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പഠിക്കുക, ഒന്നിച്ച് പഠിക്കുക. എല്ലാറ്റിലും നമ്മളൊരു ആ അർത്ഥത്തിലൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള ആ ഒരു മനസ്സ്, അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി, നമ്മുടെ പ്രയാസങ്ങൾക്കുള്ള ഒരു ശമനമാക്കി, നമുക്ക് ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശയേകുന്ന ഒരു ഗ്രന്ഥമാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വജഅൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മഅനാ ശഖിയൻ വലാ മഹ്റൂമ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا في الدنيا والآخرة. حياكم الله. إن شاء الله അപ്പോൾ വെള്ളിയാഴ്ച കാണാം എല്ലാവരെയും. ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവരും ലീവ് ആവുന്നതിന് മുമ്പ് ഉസ്താദ് ലീവ് ആയിക്കോ, ഞങ്ങൾ കുറച്ചെന്നോട്